ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम नमो भगवते वासुदेवाय। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मिलितं येन तस्मै श्रीगुरुवे नमः। श्रीचैतन्यमनोभीष्टं स्थापितं येन भूतले स्वयं रूप कदा मह्यं ददाति सुपदान्तिकं वन्देऽहं श्रीगुरुं श्रीयुतपथकमलं श्रीगुरुं वैष्णवांश्च श्रीरूपं साग्रजातं सगण रघुनाथान्वितं तं सजीवं साद्वैतं सावधूतं परिजनसहितं कृष्णचैतन्यदेवं श्रीराधा कृष्णपादान् सगण ललिता शाखान्वितंश्च हे कृष्णा करुणा सिन्धो दीनबन्धो जगत्पते गोपेश गोपिका कान्त राधा कान्त नमोस्तुते तप्त काञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्यः च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। नमः ओं विष्णुपादाय कृष्णपृष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनिधि नामिने नमस्ते सारस्वती देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्तवृंद हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तम श्लोके भक्तिर्भवति नैष्ठिकी मूकं करोति वाचालं पंकुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दिनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं योऽन्तः प्रविश्य मम वाचमिमां प्रसूक्तां सञ्जीवयति अखिलशक्तिधरस्वधाम्नां अन्यां च सच्चरणश्रवणत्वगादीन् प्राणां नमो भगवते पुरुषाय तुभ्यं जयदं सुहृदो पङ्गोर्मम मन्दमतिर्गति मत्सर्वस्य पादाम्बुजो राधां मदनमोहनो तमादिदेवं करुणानिधानं तमालवर्णं सुहृदावतारम् अपार संसार समुद्र सेतुं भजामहे भागवत स्वरूपं परमानंद पाठाय प्रेमवर्षी अक्षराय दे सर्वदा सर्वसेव्याय श्रीकृष्णाय नमोस्तु मे गुरुवे गौरचंद्राय राधिकाय तदालये कृष्णाय कृष्ण भक्ताय तद्भक्ताय नमो नमः। हरे कृष्ण हरि ओम तत्सत्. എല്ലാവർക്കും ഇന്നത്തെ ശ്രീമദ് ഭാഗവതം ക്ലാസ്സിലേക്ക് സ്വാഗതം. എല്ലാവർക്കും എൻ്റെ വിനീതമായ പ്രണാമം. അപ്പം നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം 13-ാമത്തെ അധ്യായം 46-ാമത്തെ ശ്ലോകം മുതൽക്കാണ്. കാലകർമ്മ ഗുണാധീനോ ദേഹോയം പാഞ്ചഭൗതികാം കഥം അന്യാംസ്തു ഗോപായേത് സർപ്പഗ്രസ്തോ യഥാ പരം. കാലകർമ്മ ഗുണാധീനോ ദേഹോയം പാഞ്ചഭൗതികാം കഥം അന്യാംസ്തു ഗോപായേത് സർപ്പഗ്രസ്തോ യഥാ പരം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. കാലകർമ്മ ഗുണാധീനോ ദേഹോയം പാഞ്ചഭൗതിക കഥമന്യാസ്തു ഗോപായേ സർപ്പഗ്രസ്തോ യഥാപരം. വിവർത്തനം ശ്രീലപ്രഭുപാദിക്ക് ജയ്. പഞ്ചഭൂതാത്മകമായ ഈ ഭൗതിക ശരീരം മുമ്പേ തന്നെ അനാദ്യന്തമായ കാലത്തിന്റെയും കർമ്മത്തിന്റെയും ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളുടെയും നിയന്ത്രണത്തിന് കീഴിലാണ്. പിന്നെ എങ്ങനെയാണ് പാമ്പിൻ വായിൽ അകപ്പെട്ട അതിന് മറ്റുള്ളവരെ സംരക്ഷിക്കുവാൻ കഴിയുക? ഹരേ കൃഷ്ണ പ്രഭുജി. ഹരി ബോൾ. കാലകർമ്മ ഗുണ അധീനോ ദേഹോയം പാഞ്ചഭൗതിക. അല്ലെ? അപ്പോ നമ്മുടെ ഈ ദേഹം, നമ്മുടെ ശരീരം പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കിയതാണ്. അല്ലെ? എന്താണ് പഞ്ചഭൂതം? എന്താണ് പഞ്ചഭൂതങ്ങള്? ഭൂമി, ജലം, ആകാശം, വായു. ഓക്കെ. ഭൂമി, താപോ, അനലോ, വായു, അല്ലെ? എർത്ത്, വാട്ടർ, ഫയർ, എയർ, ഈഥർ. ഈ പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ശരീരം എന്തിന്റെ അധീനത്തിലാണ്? കാല കർമ്മ ഗുണ. കാലത്തിന്റെ, സമയം. ഭഗവാൻ പറയുന്നു ഞാനാണ് സമയം. അല്ലെ? കാലോസ്മി. കർമ്മത്തിന്റെ, ഗുണത്തിന്റെ, ഈ 3 കാര്യങ്ങളുടെ അധീനത്തിലാണ് നമ്മുടെ ശരീരം. അപ്പൊ ഈ 3 ഗുണങ്ങളെ അതിനെ ട്രാൻസെൻഡ് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഭഗവത് ധാമിലെത്താൻ പറ്റൂ. ഭഗവാന്റെ പ്ലാൻ അനുസരിച്ച് ജീവിക്കാൻ പറ്റൂ. അപ്പൊ നമ്മളുടെ പ്ലാൻ അനുസരിച്ചാണ് ഇപ്പൊ ജീവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഓരോ നിമിഷവും കാലവും കർമ്മവും ഗുണവും അധീനത്തിലിരുത്തിക്കൊണ്ട് അവരുടെ കൺട്രോളിലാക്കിയിട്ട് നമ്മൾ ചിലപ്പോൾ പ്രകൃതിയെ നമ്മളുടെ കൺട്രോളിൽ കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ നടക്കില്ല. കാരണം
ഈ പ്രകൃതിയും ഈ കാലവും ഈ കർമ്മവും എല്ലാം ഭഗവാന്റെ അധീനത്തിലാണ്. അപ്പോൾ നമ്മളുടെ ശരീരം കാലത്തിന്റെയും കർമ്മത്തിന്റെയും ഗുണത്തിന്റെയും അധീനത്തിലാകുന്നു. ദേഹോയം പാഞ്ച ഭൗതിക, 5 ധാതുക്കളെ കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്നത്. കഥം അന്യസ്തു ഗോപായേത് സർപ്പഗ്രസ്തോ യഥാപരം. അങ്ങനെ ഈ കാലത്തിന്റെയും കർമ്മത്തിന്റെയും ഗുണത്തിന്റെയും അധീനത്തിലുള്ള ഈ ശരീരം നമ്മുടെ കാലസർപ്പത്തിന്റെ ആ വായലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. കാലസർപ്പം, കാലം എല്ലാം ഹരിക്കും, എല്ലാം നശിപ്പിക്കും. കാലം നശിപ്പിക്കാത്ത എന്തെങ്കിലും ഉണ്ടോ? നമ്മള് ജനിക്കുന്നു, വളരുന്നു അല്ലെ, പിന്നെ ഒരു യൗവനാവസ്ഥയിലേക്ക് പോകുന്നു, അതേപോലെ വൃദ്ധാവസ്ഥയിലേക്ക് പോകുന്നു, പിന്നെ ശരീരം വെടിയുന്നു. ഇതെല്ലാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ കാലം നശിപ്പിക്കാത്ത ഒന്നുമില്ല. ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ കാലം നശിപ്പിക്കാത്ത? എല്ലാം നമ്മൾ പ്ലാൻ ചെയ്യും. ഫയർ പ്ലാൻസ്, 10-year പ്ലാൻസ്, ലൈഫ് ടൈം പ്ലാൻ, ഒരുപാട് പ്ലാൻ ചെയ്യും. അതായത് എഡ്യൂക്കേഷൻ പ്ലാൻ, മാരേജ് പ്ലാൻ, പിന്നെ ഹൗസ് പ്ലാൻ, റിട്ടയർമെന്റ് പ്ലാൻ. ഇതെല്ലാം എത്ര കാലം ഉണ്ടായിരിക്കും? എല്ലാം നശിക്കും. ഒരിക്കലും നമുക്ക് അതിന് സക്സസ് ഉണ്ടാവില്ല. കാരണം എറ്റേണൽ ആയിട്ട്, പെർമനന്റ് ആയിട്ട് നമുക്കൊരു പ്ലാൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഈ പ്ലാന്, നമ്മളുടെ ഈ പ്ലാനിന് ഒരു വിജയം കൈവരിക്കണമെങ്കിൽ അതിൽ ഭഗവാനെ കൂട്ടണം. ഭഗവാന്റെ ഇഷ്ടപ്രകാരം, ഭഗവാന്റെ ഇച്ഛപ്രകാരം, ഭഗവാന്റെ ആ പ്ലാൻ അനുസരിച്ച് നമ്മൾ പോകണമെങ്കിൽ നമുക്ക് വിജയം കൈവരിക്കാൻ പറ്റും. അല്ലാണ്ട് നമ്മുടെ പ്ലാൻ അനുസരിച്ചാണ് നമ്മൾ പോകണമെങ്കിൽ തീർച്ചയായിട്ടും അത് നഷ്ടപ്പെടും. നമുക്ക് വിജയം കൈവരിക്കാൻ പറ്റില്ല. നമ്മൾ കാലത്തിന്റെയും കർമ്മത്തിന്റെയും ഗുണത്തിനാണ്. അപ്പൊ കാലം നശിപ്പിക്കാത്ത ഒന്നുമില്ല. കാലം നശിപ്പിക്കാത്ത ഒന്നുമില്ല. ഉണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. കാലം നശിപ്പിക്കാത്ത ഒന്നുമില്ല. പക്ഷെ ഉണ്ട്. എന്താണുള്ളത്? ഭക്തി. ഭക്തി കാലം നശിപ്പിക്കില്ല. ബാക്കി എല്ലാം നശിപ്പിക്കും. ഭക്തി മാത്രം കാലം നശിപ്പിക്കില്ല അല്ലേ? ഭഗവത്ഗീതയിൽ ഭഗവാൻ പറയുന്നില്ലേ, നേഹാഭിക്രമ നാശവസ്തി പ്രത്യവായോ ന വിദ്യതേ സ്വല്പം അപ്യസ്യ ധർമ്മസ്യ ത്രായതേ മഹതോ ഭയാത്. ഗ്രേറ്റസ്റ്റ് ഡേഞ്ചർ നമ്മൾ രക്ഷിക്കും. ഏത്? നമ്മൾ സ്വല്പം അപ്യസ്യ ധർമ്മസ്യ, കുറച്ചെങ്കിലും നമ്മൾ ധർമ്മം അല്ലെങ്കിൽ റിലിജിയോസിറ്റി, ഭക്തി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊരിക്കലും നശിക്കില്ല. ബാക്കി എന്തുണ്ടെങ്കിലും നശിക്കും. പഞ്ചഭൂതങ്ങളെ കൊണ്ടുണ്ടായാലും ശരീരം നശിപ്പിക്കും കാലം അല്ലെ. പിന്നെ നമ്മളുടെ പൊസിഷൻസ്, നമ്മളുടെ അതായത് ഓരോ പദവികള്, ഞാൻ മിനിസ്റ്ററാണ്, ഞാൻ പൊളിറ്റീഷ്യനാണ്, ഞാൻ എഞ്ചിനീയറാണ്, ഞാൻ ഡോക്ടറാണ്, ഈ പദവികളെല്ലാം നമ്മൾ, ഇതെല്ലാം ദേഹത്തിന് മാത്രം തന്നിട്ടുള്ളതാണ്. ഞാൻ വൈറ്റ് ആണ്, ഞാൻ ബ്ലാക്ക് ആണ്, ഞാൻ ബ്യൂട്ടിഫുൾ ആണ്, ഹാൻസം ആണ്, ഞാൻ റിച്ച് ആണ്, ഞാൻ പൂർ, ഇതെല്ലാം ഇതെല്ലാം നമ്മുടെ ശരീരത്തിനാണ്. ഇത് കാലം നമ്മളെ നശിപ്പിക്കും. ഒരു 10 കൊല്ലം മുമ്പേ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നും ഓർക്കുന്നുണ്ടോ? ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നുണ്ട്, ഇത് നാളെ എന്തായി മാറും? ഒരു ഓർമ്മയായി മാറും. 10 ദിവസം കഴിഞ്ഞാൽ മറക്കും. 1 കൊല്ലം കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഒരു ക്ലാസ്സിനെ പറ്റി നമുക്ക് ഓർക്കാൻ പറ്റില്ല. ഒരുപാട് ക്ലാസ് കേൾക്കുന്നല്ലേ. അപ്പൊ ഇതിനെപ്പറ്റി ഈ പെർട്ടിക്കുലർ ദിവസം നമ്മൾ എന്ത് സംസാരിച്ചു നമുക്ക് ഓർക്കാൻ പറ്റില്ല. കാലം അതിനെ എല്ലാം അയക്കും, എല്ലാം നശിപ്പിക്കും. കാലമാണ് എല്ലാറ്റിനെയും നശിക്കുന്ന ഒരു കാര്യം ഒഴിച്ച് ഭക്തി. ആ ഭക്തി ഒഴിച്ച് എല്ലാം നശിപ്പിക്കുന്നു അല്ലേ. അപ്പോ അതിന് നമ്മുടെ ശാസ്ത്രത്തിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതായത് ഭക്തിയെ നശിപ്പിക്കുന്നില്ല കാലം എന്നാണ് ഉദാഹരണം. ഏത് ലീലയാണ് ഓർമ്മ വരുന്നത്? അത് ഇതാണ് അജാമിളന്റെ ആണ് പ്രഭു. ഹരേ കൃഷ്ണ. അജാമിളന്റെ എന്താണ്? അജാമിളൻ ആദ്യം ഉള്ള ഒരാളായിരുന്നു, പിന്നെ അത് ചീത്ത സംസർഗത്തിൽ പോയി, പിന്നെ നാരായണൻ ആ മകനെ വിളിച്ചിട്ട്, അതുകൊണ്ട് പിന്നെയും ആ പഴയ അതുകൊണ്ട് അജാമിളയ്ക്ക് ഒരു സെക്കൻഡ് ചാൻസ് കിട്ടി. ഓക്കെ, നല്ല ഭഗവാനും ഭഗവാന്റെ നാമവും തമ്മിൽ യാതൊരു അന്തരവുമില്ല എന്നുള്ളതാണ് കാണിക്കുന്നത്. ഞാൻ പറയുന്നത് നമ്മളുടെ ഭക്തി അത് നശിക്കുന്നില്ല. അതിന് നമ്മളുടെ ശാസ്ത്രത്തിൽ നിന്ന്
ഏത് ലീലയാണ് നിങ്ങൾക്ക് ഓർമ്മ വരുന്നത്? അതെ ഭാരത് ഇത് ഭാരത് മഹാരാജാവ്. ജയന്ദ്രൻ ഒരു മിനിറ്റ്, ഭരത് ഏതെങ്കിലും ഒരാൾ പറയും. നാരദ ഹരേ കൃഷ്ണ പ്രഭു. നാരദ ഋഷഭദേവന്റെ ചരിത്രം അതല്ലേ? ഭരത് മഹാരാജാവിന്റെ ഭരത് മഹാരാജാവ്. യെസ്, ഭരത് മഹാരാജാവിന്റെ ആ സ്റ്റോറി. അതായത് ഭരത് മഹാരാജാവ് തന്റെ ശരീരം, ഭൗതിക ശരീരം, മനുഷ്യ ശരീരം വെടിഞ്ഞെങ്കിലും ഒരു മാനിന്റെ ശരീരം കിട്ടി അല്ലേ? അത് കഴിഞ്ഞ് ജഡഭരതന്റെ ശരീരം കിട്ടി. പക്ഷെ തന്റെ ഭക്തിക്ക് വല്ല കുറവുണ്ടായോ? ഇല്ല. ഭക്തിക്ക് ഒരു കുറയില്ല. അപ്പൊ കാലം ഭക്തിയെ നശിപ്പിക്കുന്നില്ല. വീണ്ടും ജന്മം എടുത്താലും ശരി, ഭക്തി എത്ര പ്രാക്ടീസ് ഉണ്ടോ അത് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കും. അത് ഒരിക്കലും കുറയില്ല എന്നാണ് പറയുന്നത്. അങ്ങനെയല്ലേ പ്രഭു? എന്താ പറഞ്ഞത്? ഗജേന്ദ്രമോക്ഷം ഉദാഹരണം. ഗജേന്ദ്രമോക്ഷം ഉണ്ട്. അതല്ലാതെ ചിത്രകേതു ഉണ്ട്, ചിത്രകേതു, അങ്ങനെ ഒരുപാട് അല്ലേ? അപ്പൊ ഇതൊന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്, കാലം നമ്മളുടെ മെറ്റീരിയൽ പ്ലാൻസിനെ എല്ലാം നശിപ്പിക്കും. നമ്മളുടെ മെറ്റീരിയൽ പ്ലാൻസിനെ എല്ലാം നശിപ്പിക്കും. പക്ഷെ സ്പിരിച്വൽ ആയിട്ടുള്ള എന്തെങ്കിലും ക്രെഡിറ്റ് ഉണ്ടെങ്കിൽ ഒരിക്കലും അത് നശിക്കില്ല. എപ്പോഴും അത് ക്രെഡിറ്റ് ആയിട്ടുണ്ടായിരിക്കും. കാലത്തിന്റെ അധീനത്തിലാണ് നമ്മളെന്ന് പറഞ്ഞാൽ നമ്മളുടെ മെറ്റീരിയൽ, ഭൗതിക തലത്തിലുള്ള എല്ലാ പ്ലാൻസിനെയും കാലം നശിപ്പിക്കും. പക്ഷെ ഭഗവാന്റെ ഭക്തി ഒരിക്കലും നശിക്കുന്നില്ല. ഇപ്പോ കാലം എന്ന് പറഞ്ഞാൽ അത് ജനറിക് കോസ് ആണ്, സാമാന്യ കാരണം. അത് ആ കാരണം കൊണ്ടാണ് ഇതെല്ലാം നശിക്കപ്പെടുന്നത്. പിന്നെ അതിന് പുറമെ എന്താണ്? കർമ്മം. കർമ്മം ബർത്ത് കോസ് ആണ്. ബർത്ത് കോസ്, നമുക്ക് ജന്മം കിട്ടാനുള്ള കാരണം കർമ്മമാണ് അല്ലെ? നമ്മൾ കർമ്മം ചെയ്യുകൊണ്ടാണ്, കർമ്മത്തിന്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ജന്മം കിട്ടുന്നത് അല്ലെ? അപ്പൊ പിന്നെ മെറ്റീരിയൽ കോസ്, ഭൗതിക കാരണമാണ് ഗുണം. ഇപ്പൊ നമ്മൾ കർമ്മം ചെയ്യുന്നു, എന്ത് കർമ്മമാണോ ചെയ്യുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് കിട്ടുന്നു? റീബർത്ത് കിട്ടുന്നു. പുനരഭി ജനനം, പുനരഭി മരണം അല്ലെ? നമ്മൾ ജന്മ, മൃത്യു, ജരാവ്യാധി ഈ സൈക്കിൾ കൂടെ കടന്നു പോകാനുള്ള കാരണം തന്നെ കർമ്മം. എന്ത് കർമ്മം? പൂർവജന്മ. അല്ല, ഏത് തരത്തിലുള്ള കർമ്മം? കർമ്മമുണ്ട്, വികർമ്മമുണ്ട്, അകർമ്മമുണ്ട്. അകർമ്മം ചെയ്യുന്നു. അകർമ്മം ചെയ്താൽ നമുക്ക് ശരീരം കിട്ടില്ല. വികർമ്മം, കർമ്മം. കർമ്മം വെച്ചാൽ ആഗ്രഹം, അതായത് ഫ്രൂട്ടീവ് ആക്ടിവിറ്റീസ്. നമ്മളെ എന്തെങ്കിലും പ്രതീക്ഷിച്ച് കർമ്മം ചെയ്യുമ്പോൾ, നല്ലൊരു ജോലി കിട്ടണം, നല്ലൊരു ജന്മം കിട്ടണം, ഇങ്ങനെയുള്ള പ്രതീക്ഷയോടുകൂടി നമ്മൾ കർമ്മം ചെയ്യുമ്പോൾ അതുകൊണ്ട് നമുക്ക് ജനിക്കേണ്ടി വരും. അപ്പൊ കർമ്മമാണ് നമ്മളുടെ ബർത്ത് കോസ്. പിന്നെ ഗുണം. ആ ഗുണത്തിന്റെ അടിസ്ഥാനത്തിന്, ഏത് ഗുണത്തിലാണോ നമ്മൾ ഉള്ളത്, ഏത് ഗുണമാണോ നമ്മൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, അതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ശരീരം കിട്ടും. മനുഷ്യ ശരീരം കിട്ടാം, മൃഗങ്ങളുടെ ശരീരം കിട്ടാം അല്ലെ? അതേപോലെ കൃമികീടങ്ങളുടെ കിട്ടാം, പക്ഷികളുടെ കിട്ടാം, മത്സ്യങ്ങളുടെ കിട്ടാം. അപ്പോ ടൈം, പിന്നെ കർമ്മ, പിന്നെ ഗുണം. അപ്പൊ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മളെ ഭഗവാന് സമർപ്പണം ചെയ്തിട്ട് നമ്മളുടെ പ്ലാൻ പ്രകാരം സമർപ്പണം ചെയ്യാതെ നമ്മളുടെ പ്ലാൻ പ്രകാരം നമ്മൾ ജീവിക്കുകയാണെങ്കിൽ നമ്മൾ കാലസർപ്പത്തിന്റെ വായിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാലസർപ്പം. അപ്പൊ ഈ കാലത്തിനെ സർപ്പത്തിനോടാണ് ഇവിടെ ഓമിച്ചിരിക്കുന്നത്. സർപ്പത്തിന്റെ വിഷം തീണ്ടിയാൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ? സർപ്പത്തിന്റെ വായിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ മറ്റൊരാളെ രക്ഷപ്പെടുത്താൻ പറ്റും? നമ്മളെ കാലത്തിന്റെ അധീനത്തിലാണ്, ഗുണത്തിന്റെ അധീനത്തിലാണ്, കർമ്മത്തിന്റെ അധീനത്തിലാണ്. പിന്നെ എങ്ങനെ ഒരാളെ നമുക്ക് രക്ഷിക്കാൻ പറ്റും? യുധിഷ്ഠിര മഹാരാജാവിന്റെ പ്രശ്നം ഇതാണ്. യുധിഷ്ഠിര മഹാരാജ് വിചാരിക്കുന്നത് ഞാനാണ് ധൃതരാഷ്ട്രയുടെയും ഗാന്ധാരിയുടെയും മറ്റെല്ലാവരുടെയും രക്ഷകൻ, ഞാനാണ് ഇവരെല്ലാം പരിപാലനം ചെയ്യുന്നത്, രക്ഷിക്കുന്നത്. അപ്പൊ അവർ ഇവിടെ നിന്ന് പോയി അവർക്ക് ആര് ഭക്ഷണം കൊടുക്കും, അവരെങ്ങനെ ജീവിക്കും എന്നുള്ള ചിന്ത എന്തുകൊണ്ട് വന്നു? ഞാനാണ് സംരക്ഷകൻ, ഞാനാണ് പരിപാലകൻ എന്നുള്ള ഒരു തെറ്റിദ്ധാരണ. ഇവിടെ എന്താണ് നാരദ മഹർഷി അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നത്? അങ്ങയല്ല ആ തെറ്റിദ്ധാരണയിൽ നിന്ന് പുറത്തു വരാൻ. ഇതെല്ലാം കാലകർമ്മ ഗുണത്തിന്റെ അധീനത്തിലാണ്. ചുരുക്കത്തിന് ഭഗവാന്റെ അധീനത്തിലാണ്. ഭഗവാന്റെ ഇച്ഛപ്രകാരം മാത്രമേ നടക്കുള്ളൂ.
അപ്പൊ നമ്മളെല്ലാം വിചാരിക്കും ഞാൻ കാരണമാണ് ഇതെല്ലാം സംഭവിക്കുന്നത്, അല്ലെ? ഞാനില്ലെങ്കിൽ ഇതൊന്നും സംഭവിക്കാറില്ല. യെസ്, നമ്മള് ഒരു നിമിത്തം മാത്രമാണ്. ഭഗവാൻ പറയുന്നുണ്ട്, നിമിത്ത മാത്രം ഭവസവ്യസാച്ചിൻ എന്ന് അർജുനൻ പറയും. നമ്മളെല്ലാം ഭഗവാൻ ഒരു ഉപകരണം മാത്രമാക്കുന്നു ഭഗവാന്റെ ആ ഓരോ ലീലകൾക്കും. ഈ ഭൗതിക ലോകത്തിലെ പല കാര്യങ്ങളിലും ഭഗവാൻ പല ആൾക്കാരും ഉപയോഗിക്കും. അപ്പൊ അതുകൊണ്ട് നമ്മള് അൾട്ടിമേറ്റ് കോസ് അല്ല. അൾട്ടിമേറ്റ് കോസ് സർവകാരണ കാരണം ആരാണ്? ഈശ്വര പരമകൃഷ്ണ സച്ചിദാനന്ദ വിഗ്രഹ അനാദിർ ആദിർ ഗോവിന്ദ സർവകാരണം. നമ്മള് വളരെ വളരെ സ്മോൾ, അനു, ഭഗവാൻ വിഭു. അപ്പൊ നമ്മൾ ഇമ്മീഡിയറ്റ് കോസ് ആയിരിക്കാം. ഭഗവാന്റെ ഇൻസ്ട്രുമെന്റ് ആയിട്ട് നമുക്ക് ഭഗവാൻ നമ്മളെ ഉപയോഗിക്കാം. പക്ഷെ അൾട്ടിമേറ്റ് കോസ് ഭഗവാനാണ്. പ്രകൃതിയെ നമ്മളുടെ അധീനത്തിലായി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കുന്നു. പ്രഭുപാദ പല സ്ഥലത്തും തന്റെ പർപ്പോട്ടിൽ എഴുതുന്നുണ്ട്, ടു ലോഡ് ഇറ്റ് ഓവർ ദ മെറ്റീരിയൽ നേച്ചർ. പ്രകൃതിയെ നമ്മുടെ അധീനത്തിൽ കൊണ്ടുവരണം. അതിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ട് നമ്മളുടെ സുഖസൗകര്യത്തിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കാൻ ശ്രമിക്കും. പക്ഷെ നമ്മൾ എത്രത്തോളം അങ്ങനെ ഉപയോഗിക്കാൻ പ്രകൃതിയെ അല്ലെങ്കിൽ ഭഗവാന്റെ ശക്തിയെ നമ്മളുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ ശ്രമിക്കുന്നു, അത്രത്തോളം നമ്മൾ ജോസ് ഓഫ് ദ സർപ്പന്റ്, അതായത് ആ കാലസർപ്പത്തിന്റെ വായിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കാലസർപ്പത്തിന്റെ ആ വായിലേക്ക് പോകുന്ന ഒരു വ്യക്തി മറ്റൊരാളെ എങ്ങനെ സഹായിക്കും, എങ്ങനെ സംരക്ഷിക്കും, എങ്ങനെ പരിപാലിക്കും എന്നാണ് ഇവിടെ ചോദ്യം. നാരദ മഹർഷി യുധിഷ്ഠിര മഹാരാജാവിന്റെ കണ്ണ് തുറക്കുകയാണ് ചെയ്യുന്നത്. For this gross material body made of 5 elements is already under the control of eternal time, action, karma, and the modes of material nature, guna. How then can it be already in the jaws of the serpent, protect others? അങ്ങനെ ഈ 3 എലിമെന്റ്സിന്റെ കാല കർമ്മ ഗുണത്തിന്റെ അധീനത്തിലുള്ള ഒരു വ്യക്തി എങ്ങനെ മറ്റുള്ളവരെ സംരക്ഷിക്കാൻ പറ്റും? ആ തെറ്റിദ്ധാരണ വേണ്ട യുധിഷ്ഠിര. ഇതെല്ലാം ഭഗവാന്റെ ഇച്ഛയാണ്, ഓരോരുത്തരുടെയും കർമ്മഫലമാണ്, ഓരോരുത്തരുടെയും ഗുണത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത്. നമ്മളെല്ലാം ഭഗവാന്റെ കയ്യിലെ വെറും കളിപ്പാവകൾ മാത്രമാണെന്ന് മനസ്സിലാക്കുക. ഇതാണ് പറയുന്നത്. അപ്പോ നമ്മളെല്ലാവരും, ഭൗതിക ശരീരം എടുത്ത എല്ലാവരും കാലത്തിന്റെയും കർമ്മത്തിന്റെയും ഗുണത്തിന്റെയും അധീനത്തിലാണെന്ന് മറക്കാതിരിക്കുക. അപ്പോ ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് ഒരേ ഒരു കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. എന്താണ് ചെയ്യാൻ പറ്റുക? ഇതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? ഇതിന്റെ അധീനത്തിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഭക്തിയുത സേവനം ചെയ്യാൻ. ഭക്തിയുത സേവനം, അത് മാത്രമേ ഉള്ളൂ. ഭഗവാനെ മധ്യം നിർത്തി നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഭഗവാനെ മധ്യം നിർത്തി ഭഗവാന്റെ ആ പ്ലാൻ അനുസരിച്ച് നീങ്ങുക. ഭഗവാൻ നമ്മുടെ പ്ലാന് നടക്കില്ല. നമുക്ക് പ്ലാൻ ചെയ്യാം, കുറച്ച് മെറ്റീരിയൽ ഭൗതിക തലത്തിൽ നടക്കാം, നടക്കാതിരിക്കാം. പക്ഷെ ഭഗവാന്റെ പ്ലാനേ നടക്കുള്ളൂ. ഭഗവാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച്, അതെ, ആ ഭഗവാന്റെ ആഗ്രഹം നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? ഗുരു സാധു ശാസ്ത്ര. ആ ഗുരു സാധു ശാസ്ത്രം എന്താണോ പറയുന്നത് അത് പ്രകാരം നമ്മൾ ജീവിച്ചാൽ തീർച്ചയായിട്ടും അത് സക്സസ്ഫുൾ ആവും. അപ്പൊ നമുക്ക് ഈ പാഞ്ചഭൗതികമായിട്ടുള്ള ശരീരം വെടിഞ്ഞ് ഒരു ആധ്യാത്മിക ശരീരം കിട്ടും. അതായത് ഭൗതിക ലോകത്ത് നിന്ന് നമ്മുടെ ആധ്യാത്മിക ലോകത്തേക്ക് ഉയർത്തപ്പെടും. അപ്പൊ നമ്മളെ കാലവും ഗുണവും അതേപോലെ കർമ്മവും നമ്മളെ സ്പർശിക്കും. അവിടെ കാലമില്ല, അവിടെ ഈ 3 ഗുണങ്ങളില്ല, അല്ലെ? അവിടെ നമ്മളുടെ പറയുന്ന ഈ കർമ്മവും ഇല്ല. അപ്പൊ അങ്ങനത്തെ ഒരു തലത്തിലേക്ക് നമ്മളെ ഉയർത്തപ്പെടണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഭക്തിയുത സേവനം ചെയ്യണം. അപ്പൊ ഇത് യുധിഷ്ഠിര മഹാരാജാവിന്റെ പ്രശ്നമല്ല. യുധിഷ്ഠിര മഹാരാജാവിന് ഇത് അറിയാഞ്ഞിട്ടല്ല. യുധിഷ്ഠിര മഹാരാജാവ് നല്ലൊരു ഭക്തനാണ്. പക്ഷെ യുധിഷ്ഠിര മഹാരാജാവിനെ ഒരു ഇൻസ്ട്രുമെന്റ് ആക്കിയിട്ട് നമുക്ക് ഈ പാഠങ്ങൾ പഠിപ്പിച്ചു തരാണ് ചെയ്യുന്നത് ശ്രീമദ് ഭാഗവതത്തിന്റെ ഈ മീഡിയത്തിലൂടെ. അതാണ് ഭഗവാൻ ചെയ്യുന്നത്. അല്ലാണ്ട് യുധിഷ്ഠിര മഹാരാജാവിന് എല്ലാം അറിയാം, അദ്ദേഹം ഒരു ശുദ്ധ ഭക്തനാണ്. പക്ഷെ നമ്മളെ പഠിപ്പിക്കാൻ, സാമാന്യ ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഭഗവാന്റെ ലീലകളാണ് ഇതെല്ലാം. So the world's movements for freedom through political, economic,
social and cultural propaganda can do no benefit to anyone, for they are controlled by superior power. പ്രവാദ പർപ്പോട്ടിൽ പറയുന്നത് നമ്മളുടെ ലോകത്തിലെ ഈ സമൂഹത്തിലുള്ള ഒരുപാട് മൂവ്മെന്റ്സ് ഉണ്ട്, ഒരുപാട് പദ്ധതികളുണ്ട്. അതായത് രാഷ്ട്രീയ, സാമ്പത്തിക, സാമൂഹിക, അതേപോലെ തന്നെ എന്താണ് പറയുക, കൾച്ചറൽ, അങ്ങനെയുള്ള ഓരോ പദ്ധതികളും ഒരു ഗുണം ഒരാൾക്കും ചെയ്യില്ല എന്ന് പറയുന്നത്. ഒരു ഗുണം ചെയ്യില്ല. അതെങ്ങനെ നമ്മൾ മനസ്സിലാക്കുക? can do no benefit to anyone, for they are controlled by superior power. നമ്മൾ എത്ര തന്നെ ശ്രമിച്ചാലും ശരി, ഭഗവാന്റെ ഇച്ഛയില്ലാതെ, ഭഗവാന്റെ ആ ഒരു സാങ്ഷൻ ഇല്ലാതെ ഒന്നും നടക്കില്ല എന്നർത്ഥം. അതായത് നമ്മൾ വിചാരിക്കും ഈ കാര്യങ്ങളൊക്കെ എല്ലാം പൊളിറ്റിക്കൽ, എക്കണോമിക്, സോഷ്യൽ ആൻഡ് കൾച്ചറൽ കാര്യങ്ങളെല്ലാം നമ്മൾ ചെയ്താൽ നമ്മളുടെ പ്ലാൻ പ്രകാരം ഇതെല്ലാം നടക്കും എന്നുള്ള തെറ്റിദ്ധാരണ തെറ്റാണ്, എന്നുള്ള ധാരണ തെറ്റാണ്, എന്നുള്ളത് തെറ്റിദ്ധാരണയാണെന്ന് ഉള്ളത് നമ്മൾ മനസ്സിലാക്കാൻ പറ്റും. സോ കണ്ടീഷൻ ലിവിങ് ബീയിങ് ഈസ് അണ്ടർ ദ ഫുൾ കൺട്രോൾ ഓഫ് മെറ്റീരിയൽ നേച്ചർ, represented by eternal time and activities under the dictation of different modes of nature. അപ്പോൾ different modes of nature ആണ്. ഈ നേച്ചർ എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ഭഗവത്ഗീതയിൽ ഇത് പറയുന്നുണ്ട്. എന്താണ് ഭഗവത്ഗീതയിൽ പറയുന്നത്? 18.30, 18.30, 31, 32 ഈ ഗുണങ്ങൾ എങ്ങനെയാണ് നമ്മളെ കൺട്രോൾ ചെയ്യുന്നത്, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം എങ്ങനെയാണെന്ന്. ഭഗവത്ഗീത അപ്പൊ ഇവിടെ പറയുന്നത് പ്രവൃത്തിം ച നിവൃത്തിം ച കാര്യാകാര്യേ ഭയാഭയേ ബന്ധം മോക്ഷം ച യാ വേത്തി ബുദ്ധിസ പാർത്ഥ സാത്വികി. അതായത് ഓ സൺ ഓഫ് പൃഥ, that understanding by which one knows what ought to be done and what ought not to be done, what is to be feared and what is not to be feared, what is binding and what is liberating, is in the mode of goodness. അപ്പൊ എന്താണ് സത്വഗുണത്തിലുള്ള ആ കാര്യങ്ങൾ, അതിനെ പറ്റിയാണ് പറയുന്നത്. നമ്മൾ ഈ ഗുണത്തിന്റെ അധീനത്തിലാണ്. ഈ ഗുണങ്ങളുടെ മീതെ നമ്മൾ റൈസ് ചെയ്യണം, ട്രാൻസെൻഡ് ചെയ്യണം. അപ്പോൾ എന്താണ് ഗുഡ്നസ്? ഗുഡ്നസ് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഭഗവാൻ പറയുന്ന അനുസരിച്ചിട്ട് എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, എന്ത് ശരി, എന്ത് തെറ്റ്, എന്ത് നല്ലത്, എന്ത് ചീത്ത, ഈ കാര്യങ്ങൾ തരംതിരിച്ചറിയാനുള്ള ആ വിവേക ബുദ്ധി ഉണ്ടാണെങ്കിൽ അവര് ഏത് മോഡിലാണ്? അവര് സത്വഗുണത്തിലാണ്. ഓക്കെ. പിന്നെ അതിനുശേഷം എന്തിനെ ഭയക്കണം, എന്തിനെ ഭയക്കരുത്, ഇത് തിരിച്ചറിയണം. പിന്നെ എന്താണ് നമ്മളെ ഇവിടെ ബന്ധിപ്പിക്കുന്നത്, എന്ത് ബന്ധിപ്പിക്കുന്നില്ല, ഈ തരം തിരിവ്, ഈ വിവരം നമുക്കുണ്ടെങ്കിൽ നമ്മൾ ഏത് ഗുണത്തിലാണ്? സത്വഗുണത്തിലാണ്, അല്ലേ? അപ്പോൾ അത് മിനിമം നമുക്ക് ഭഗവാന്റെ കാര്യങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സത്വഗുണത്തിലായിരിക്കണം. എന്നാൽ മാത്രമേ ഭഗവാനെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ. പ്രവാദ പറയുന്നത്, ഇഫ് യു വാണ്ട് ടു നോ ദ സയൻസ് ഓഫ് ഗോഡ്, അറ്റ്ലീസ്റ്റ് യു ഷുഡ് സിറ്റുവേറ്റ് യുവർ സെൽഫ് ഇൻ ദ മോഡ് ഓഫ് ഗുഡ്നസ്. നമ്മൾ സത്വഗുണത്തിലാണെങ്കിൽ മാത്രമേ ഭഗവാന്റെ കാര്യങ്ങൾ നമ്മളുടെ തലയിൽ കയറുള്ളൂ, അല്ലെങ്കിൽ കയറില്ല. അപ്പോൾ എന്ത് ശരി, എന്ത് തെറ്റ്, എന്തിനെ ഭയക്കണം, എന്തിനെ ഭയക്കാൻ പാടില്ല, എന്ത് നമ്മളെ ഇവിടെ ബന്ധിപ്പിക്കുന്നു, എന്ത് ബന്ധിപ്പിക്കുന്നില്ല എന്നുള്ള കാര്യങ്ങൾ, എന്നുള്ള ഒരു കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കിയാൽ മാത്രമാണ് നമ്മൾ സത്വഗുണത്തിൽ ഉള്ളത് പറയുന്നത്. പിന്നെ അടുത്തത് എന്താണ്? രജോ ഗുണം. അത് പറയുന്നത് യയാധർമ്മം അധർമ്മം ച കാര്യം ചാകാര്യം ഏവച്ച അയഥാവത് രജനാഥി ബുദ്ധി സപാർത്ഥ രാജസി. എന്താണ് രജോ ഗുണത്തിലുള്ള അതിൻ്റെ ഒരു കാര്യം? അതായത് ഓ സൺ ഓഫ് പ്രഥ, ദാറ്റ് അണ്ടർസ്റ്റാൻഡിങ് വിച്ച് കനോട്ട് ഡിസ്റ്റിംഗ്വിഷ് between religion and irreligion, between action that should be done and action that should not be done, is in the mode of goodness, mode of passion. അപ്പോൾ ഏത് ഒരു ജ്ഞാനമാണോ, ഏത് അറിവാണോ അതായത് റിലിജൻ ധർമ്മത്തിനെയും അധർമ്മത്തിനെയും
വേർതിരിച്ച് അറിയാൻ പറ്റാത്ത ഇത്. ആക്ഷൻ, ഏത് ആക്ഷനാണ്, ഏത് കർമ്മമാണ് നല്ലത്, ഏത് കർമ്മമാണ് ചീത്ത, അത് ചെയ്യാൻ പാടില്ല. ഓക്കെ, അവരാണ് ഏതിന്റെ ഗ്രിപ്പിൽ വരുന്നത്, അധീനത്തിൽ വരുന്ന രജോ ഗുണത്തില്. അപ്പൊ രജോ ഗുണത്തിലുള്ള ഒരു വ്യക്തി ധർമ്മത്തിനെയും അധർമ്മത്തിനെയും മനസ്സിലാക്കുന്നില്ല. ധർമ്മത്തിനെയും അവർ രണ്ടും ചെയ്യും, ധർമ്മം ചെയ്യും അധർമ്മം ചെയ്യും. കാരണം വെച്ചാൽ അവർക്ക് അതിനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാനോ അതിന്റെ ഡിസ്റ്റിങ്ഷനോ മനസ്സിലാവുന്നില്ല, അതിന്റെ വ്യത്യാസവും മനസ്സിലാവുന്നില്ല. ഇപ്പൊ രജോ ഗുണത്തില് അത് ഏത് ശരി ഏത് തെറ്റ് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്കില്ല. സത്വഗുണത്തിലുണ്ട് അല്ലേ, അവർക്കറിയാം എന്ത് ബന്ധിപ്പിക്കുന്നു എന്ത് ബന്ധിപ്പിക്കുന്നില്ല, എന്ത് ശരി എന്ത് തെറ്റ്, അത് സത്വഗുണിക്ക് മനസ്സിലാവും. പക്ഷെ രജോ ഗുണിക്ക് അത് മനസ്സിലാവുന്നില്ല, അവർ രണ്ടും ചെയ്യും. അതാണ് രജോ ഗുണത്തിലുള്ള ഒരാളുടേത്. പിന്നെ തമോ ഗുണം, അധർമ്മം ധർമ്മം ഇതീയ മന്യതേ തമസാവൃതാം സർവധാൻ വിപരീത്യം ബുദ്ധിസാ പാർത്ഥ താമസി. അപ്പോൾ that understanding which considers irreligion to be religion and religion to be irreligion, ധർമ്മം അധർമ്മമായിട്ടും അധർമ്മം ധർമ്മമായിട്ടും അവർ കരുതുന്നു. അണ്ടർ ദ സ്പെൽ ഓഫ് ഇല്യൂഷൻ, ഇല്യൂഷന്റെ മായാലോകത്തിന്റെ ആ പ്രഭാവത്തില്, അന്ധകാരത്തില്, ഡാർക്ക്നെസ്, ആൻഡ് സ്ട്രൈവ് ഓൾവേസ് ഇൻ റോങ് ഡയറക്ഷൻ, തെറ്റായിട്ടുള്ള ആ പാതയിലൂടെ സഞ്ചരിക്കുന്നു. ഓ പാർത്ഥ ഈസ് ഇൻ ദ മോഡ് ഓഫ് ഇഗ്നോറൻസ്. അപ്പോ അർജുനോട് ഭഗവാൻ ഈ മൂന്ന് ഗുണത്തിന്റെ അധീനത്തിൽ വരുന്ന ആൾക്കാർ, സത്വഗുണത്തിലും രജോ ഗുണത്തിലും തമോ ഗുണത്തിലും ആൾക്കാരുടെ ഡിഫറൻസ് പറഞ്ഞ് മനസ്സിലാക്കി തരാണ്. അപ്പൊ തമോ ഗുണത്തിൽ പറഞ്ഞാൽ ധർമ്മത്തിനെ അധർമ്മമായിട്ടും അധർമ്മത്തിനെ ധർമ്മമായിട്ടും തെറ്റിദ്ധരിച്ച്, ഇപ്പൊ ഇന്നത്തെ കാലത്ത് നമുക്കൊരു ഉദാഹരണം പറയാം. ഓക്കെ, അപ്പൊ ഇന്നത്തെ കാലത്ത് ലിവിങ് ടുഗദർ, വിവാഹത്തിന് മുമ്പ് തന്നെ വിവാഹം കഴിക്കാണ്ട് പെൺകുട്ടികളും ആൺകുട്ടികളും ഒരുമിച്ച് ജീവിക്കുന്നു. അവർ പറയുന്നു ഇതിലെന്താ തെറ്റ്, ഇതാണ് ധർമ്മം, ഇതാണ് ആക്ച്വലി ചെയ്യേണ്ടത്. നിങ്ങൾ ക്ഷേത്രങ്ങളിൽ പോകുന്നു, ഭഗവാനെ കല്ലിനെ ആരാധിക്കുന്നു, ഒരുപാട് സൂപ്പർസ്റ്റിഷൻസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, ഇത് അധർമ്മമാണ്, ഇതാണ് അവരുടെ ഇത്. അപ്പൊ ഇതാണ് കലികാലം, ഇതാണ് തമോ ഗുണത്തിൽ ആൾക്കാർ വിചാരിക്കുന്നത് ധർമ്മത്തിനെ അധർമ്മമായിട്ടും അധർമ്മത്തിനെ ധർമ്മമായിട്ടും അവര് ചിത്രീകരിക്കുന്നു, അത് പ്രകാരം ജീവിക്കുന്നു. അതുകൊണ്ട് അവരുടെ തലയിൽ ഈ ധർമ്മം എന്താണെന്ന് പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല, ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാവില്ല. അപ്പൊ ഇതാണ് ഈ മൂന്ന് ഗുണങ്ങളുടെ തലത്തിൽ ജീവിക്കുന്ന വ്യത്യസ്തമായിട്ട് ആൾക്കാരുടെ ഒരു മനോഭാവം. അൺലെസ് വൺ ഈസ് സിറ്റുവേറ്റഡ് ഇൻ ദ മോഡ് ഓഫ് ഗുഡ്നെസ് വൺ കനോട്ട് സീ തിങ്സ് ആസ് ദേ ആർ. അപ്പൊ സത്വഗുണത്തിൽ ജീവിക്കുന്ന ഒരാൾക്ക് മാത്രമാണ് ഈ എന്താണ് ശരിക്കുള്ളത് എന്ന കാര്യം മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അല്ലാത്തവർക്ക് അത് മനസ്സിലാക്കാൻ പറ്റില്ല. ദ പാഷനേറ്റ് ആൻഡ് ഇഗ്നോറന്റ് കനോട്ട് ഈവൻ സീ തിങ്സ് ആസ് ദേ ആർ. രജോ ഗുണത്തിലും തമോ ഗുണത്തിലും ആൾക്കാർക്ക് അതിന്റെ സത്യാവസ്ഥ അത് മനസ്സിലാവില്ല. Therefore, a person who is passionate and ignorant cannot direct his activities on the right path. രജോ ഗുണത്തിലും തമോ ഗുണത്തിലുള്ള ആൾക്കാരൊക്കെ ശരിയായിട്ടുള്ള വഴിയിലൂടെ സഞ്ചരിക്കാൻ പറ്റില്ല. എപ്പോഴും അവർ കൺഫ്യൂസ്ഡ് ആണ്, ബെവിൾഡർ ആണ്, അവർ മിക്കവാറും തെറ്റായിട്ടുള്ള വഴിയൂടെയും സഞ്ചരിക്കുക. ഓൺലി ദ മാൻ ഇൻ ദ ക്വാളിറ്റി ഓഫ് ഗുഡ്നെസ് ക്യാൻ ഹെൽപ്പ് ടു എ സഡൻ. ഒരു പരിധി വരെ സത്വഗുണത്തിൽ ജീവിക്കുന്ന ആൾക്കാർക്കാണ് നല്ല പാതയിലൂടെ നല്ല വഴിയിലൂടെ റൈറ്റ് ഡയറക്ഷനിലേക്ക് പോകാൻ പറ്റുള്ളൂ. ടു എ സർട്ടൻ എക്സ്റ്റെന്റ്. മോസ്റ്റ് പേഴ്സൺസ് ആർ പാഷനേറ്റ് ആൻഡ് ഇഗ്നോറന്റ് ആൻഡ് ദെയർഫോർ their plans and projects can hardly do any good to others. അപ്പൊ അങ്ങനത്തെ ആൾക്കാർക്ക് എത്ര തന്നെ പ്ലാൻ ചെയ്താലും ശരി, എന്ത് തന്നെ പദ്ധതികൾ ഉണ്ടാക്കാനും ശരി, അവർക്ക് അവരെയും രക്ഷിക്കാൻ പറ്റില്ല, മറ്റുള്ളവരെയും രക്ഷിക്കാൻ പറ്റില്ല. Above the modes of nature is eternal time, which is called Kala because it changes the shape of everything in the material world. So ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം, അതായത് നമ്മളുടെ ആകൃതി, നമ്മളുടെ രൂപം ഇതെല്ലാം നശിപ്പിക്കും. നമ്മള് കുട്ടിക്കാലത്ത് എങ്ങനെയായിരുന്നു, യൗവനത്തിൽ എങ്ങനെയായിരുന്നു, വൃദ്ധാവസ്ഥയിൽ എങ്ങനെയാണ്, ഇതെല്ലാം നമുക്ക് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ അതായത് കാലം എല്ലാറ്റിനെയും നശിപ്പിക്കും. അപ്പോൾ ഏതൊരു സാധനം എടുത്താലും ശരി, കാലം അത് നശിപ്പിക്കാത്ത ഒന്നുമില്ല. പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഈ പ്രകൃതിയിൽ ഉണ്ടാക്കപ്പെട്ടിട്ടുള്ള ഏതൊരു സാധനം എടുത്ത്, നമ്മളുടെ വീട് എത്ര കാലം ഉണ്ടായിരിക്കും അതേ ഷേപ്പിൽ, അതേ രൂപത്തിൽ, അതേ ആകൃതിയിൽ? 30 കൊല്ലം, 40 കൊല്ലം, 50 കൊല്ലം, 100 കൊല്ലം, 1000 കൊല്ലം,
നാശമുണ്ട്, ഇല്ലേ? ഈ പ്രപഞ്ചത്തിലുള്ള ഗ്രഹങ്ങള്, ഈ പ്രകൃതിയിലുള്ള ഏതൊരു സാധനം എടുത്തോളൂ, അത് പഞ്ചഭൂതങ്ങളെ കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് അതിന് നാശമുണ്ടാവും. അതാണ് പറയുന്നത്. സോ ബിക്കോസ് ഇറ്റ് ചേഞ്ചസ് ദ ഷേപ്പ്, അതിന്റെ ഷേപ്പ് മാറ്റും, അത് ട്രാൻസ്ഫോർമേഷൻ, എനർജിന്ന് അത് തിരിച്ച് ആ ഒരു എനർജിയിലേക്ക് തന്നെ പോകും. Even if we are able to do something temporarily beneficial, time will see that the good projects is frustrated in course of time. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ ഒരു താൽക്കാലികമായിട്ട് എന്തെങ്കിലും ആർക്കെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിലും അതും ഡ്യൂ കോഴ്സ് ഓഫ് ടൈം നശിക്കും. അതിൻ്റെ ആ പ്രാബല്യവും നശിക്കും, അതിൻ്റെ റിലവൻസും നശിക്കും. അതും എറ്റേണലായിട്ട് ഇവിടെ ഉണ്ടായിരിക്കില്ല, എന്നേക്കും ഇവിടെ ശാശ്വതമായിട്ടും ഉണ്ടായിരിക്കില്ല. എത്ര നല്ല പദ്ധതികളാണ് ശരി. The only thing possible to be done is to get rid of eternal time kala, which is compared to kala sarpa. അപ്പോൾ ഈ കാലത്തിൻ്റെ അതീതമായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റും. അപ്പൊ ഈ കാലത്തിനെ കാലസർപ്പം എന്നാണ്, ഓർ ദ കോബ്ര സ്നേക്ക്. നമ്മൾ തവള, ഈ സർപ്പങ്ങള്, പാമ്പുകളെ തവളയൊക്കെ പിടിച്ച് കണ്ടിട്ടുണ്ട്. പാമ്പിന്റെ വായിൽ തവള ഉണ്ടായിരിക്കും. എത്ര നേരം അത് ജീവിച്ചിരിക്കും? അത് ഓരോ നിമിഷത്തിലും അതിനെങ്ങനെ ഉള്ളിക്ക് കൊണ്ടേ പോയിരിക്കാം. അപ്പോൾ നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ. ആ കാലസർപ്പത്തിന്റെ വായിൽ നമ്മൾ പെട്ട് കഴിഞ്ഞാൽ നമ്മളെ പതുക്കെ പതുക്കെ അത് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സോ ഹൂസ് ബൈറ്റ് ഈസ് ഓൾവേസ് ലീതൽ. നോ വൺ ക്യാൻ ബി സേവ്ഡ് ഫ്രം ദ ബൈറ്റ് ഓഫ് കോബ്ര. ഒരു മൂർഖൻ പാമ്പ് കടിച്ചിട്ടുണ്ടെങ്കിൽ അതിന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അത്രയും പോയ്സണസ് ആണ്, അത്രയും വിഷമുള്ളതാണ്. അതേപോലെ ഈ കാലസർപ്പത്തിന്റെ കീഴിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് രക്ഷയില്ല. അപ്പോൾ ഭഗവാന്റെ കീഴിൽ വന്നാൽ നമുക്ക് രക്ഷയുണ്ട്. സോ ദ ബെസ്റ്റ് റെമഡി ഫോർ ഗെറ്റിംഗ് ഔട്ട് ഓഫ് ദ ക്ലച്ചസ് ഓഫ് ദ കോബ്ര ലൈക്ക് കാല ഓർ ഇറ്റ്സ് ഇന്റഗ്രിറ്റി, ദ മോഡ്സ് ഓഫ് നേച്ചർ ഈസ് ഭക്തി യോഗ. അപ്പൊ അന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഒരേ ഒരു മാർഗമുള്ളൂ, ഭഗവാന് പൂർണ്ണ സമർപ്പണം ചെയ്യുക. ഭക്തി മാർഗത്തിലൂടെ ഭക്തിയുത സേവനം ചെയ്തിട്ട് ഭഗവാനെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിച്ചാൽ നമുക്ക് ഈ കാലത്തിൻ്റെയും അതേപോലെ ഗുണത്തിൻ്റെയും കർമ്മത്തിൻ്റെയും ആ പിടിയിൽ നിന്ന്, ആ ക്ലച്ചസ് നിന്ന്, ആ കുരുക്കിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അല്ലാതെ ഒരു മാർഗമില്ല. ആസ് ഇറ്റ് ഈസ് റെക്കമെൻഡഡ് ഇൻ ഭഗവത്ഗീത 14.26. എന്നാണ് 14.26 പറയുന്നത്? മാം ചയോ അവ്യഭിചാരേണ ഭക്തി യോഗേന സേവതി സഗുണാൻ സമിതിത്തൈതാൻ ബ്രഹ്മഭൂയായ കൽപ്പതി. One who engages in full devotional service, unfailing in all circumstances, at once transcends the modes of material nature and thus come to the level of. അപ്പോൾ ഭഗവാന്റെ ഭക്തിയുത സേവനം ചെയ്തിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിൽ ഏതൊരു പരിസ്ഥിതിയിലും നമുക്ക് തോൽവി ഉണ്ടായിരിക്കില്ല. നമുക്ക് തോന്നും, മറ്റുള്ളവർ പറയും ഇവരെന്താണ് വെറും ഹരകൃഷ്ണ മഹാമന്ത്രം മാത്രം ചൊല്ലിയിട്ട് അവർ വേറൊന്നിനും ഏർപ്പെടുന്നില്ല, അവരവരുടെ ജീവിതം പാഴാക്കുകയാണെന്ന് പറയും മറ്റുള്ളവർ. പക്ഷെ ആക്ച്വലി പാഴാക്കുന്ന ആരാണ്? മറ്റുള്ള ആൾക്കാരാണ്. ഭക്തിയോഗ പ്രാക്ടീസ് ചെയ്യുന്ന, ഭക്തിയുതം സേവനം ചെയ്യുന്ന ആൾക്കാരെ ശരിക്കുള്ള വഴിയിലാണ്. അവരാണ് നോർമൽ, മറ്റുള്ളവർ അബ്നോർമലാണ്. പക്ഷെ അവർക്ക് തോന്നുന്നു നമ്മൾ അബ്നോർമലാണ്, കാരണം അവർക്ക് ഇതിന്റെ അറിവില്ലാത്തത് കൊണ്ട്. അപ്പൊ ഏതൊരു സാഹചര്യത്തിലും അവർക്ക് തോൽവി സംഭവിക്കില്ല. അവരെന്ത് ചെയ്യും? അറ്റ് വൺസ് ട്രാൻസെൻഡ്സ് ദ മോഡ്സ് ഓഫ് മെറ്റീരിയൽ നേച്ചർ. അവരെ ഉടനെ ഈ 3 ഗുണത്തിന്റെ അതീതമായിട്ടുള്ള ആ തലത്തിലേക്ക് ഉയർത്തപ്പെടും. ആൻഡ് ദസ് കംസ് ടു ദ ലെവൽ ഓഫ് ബ്രഹ്മൻ. സച്ചിദാനന്ദമായിട്ടുള്ള തലത്തിലേക്ക് നമ്മൾ വരും. ഈ ശരീരം വഴിയും പഞ്ചഭൂതങ്ങളെ കൊണ്ടുള്ള ശരീരം നമ്മൾ നശിപ്പിക്കും. എന്നിട്ട് ആധ്യാത്മികമായിട്ടുള്ള ശരീരം കിട്ടിയിട്ട് നമ്മൾ സച്ചിദാനന്ദമായിട്ട് ഭഗവാനെ എന്നും സേവിച്ചിട്ട് യാതൊരു ക്ലേശങ്ങളില്ലാണ്ട് ജീവിക്കാൻ പറ്റുന്ന ഒരു തലത്തിലേക്ക് നമ്മൾ ഉയർത്തപ്പെടും. ഇതാണ്. അപ്പോൾ ഗുണങ്ങളിൽ നിന്നും നമ്മൾ അതീതമായിട്ട് നിൽക്കും എന്നാണ് പറയുന്നത്. So the highest perfectional project of philanthropic activities is to engage everyone in the act of preaching Bhakti Yoga all over the world, because that alone can save the people from the control of Maya or the material nature represented by Kala, Karma and Guna as described above. The Bhagavad Gita 14.26 confirms this definitely. നമ്മൾ ഇപ്പോൾ വായിച്ചിട്ടുള്ള സെയിം ശ്ലോകത്തിനെ പറ്റി റെഫർ ചെയ്യുന്നത് പ്രഭുപാദ. അപ്പൊ ഹയസ്റ്റ് പെർഫെക്ഷൻ പ്രൊജക്ട് ഓഫ് ഫിലന്ത്രോപ്പിക് ആക്ടിവിറ്റീസ്,
ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ആ ജീവകാരുണ്യ പ്രവർത്തനം എന്താണ്? എല്ലാവരെയും ഭക്തിമാർഗത്തിലേക്ക് കൊണ്ടുപോവുക. എല്ലാവരെയും. അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഫിലന്ത്രോപ്പിക് ആക്ടിവിറ്റീസ്, വെൽഫെയർ ആക്ടിവിറ്റീസ്. ചൈതന്യ മഹാപ്രഭു അതാണ് പറയുന്നത്. ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ശ്രേഷ്ഠമായിട്ടുള്ള വെൽഫെയർ ആക്ടിവിറ്റി നമ്മൾ ഒരാൾക്ക് വീടുണ്ടാക്കി കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ ഹോസ്പിറ്റൽ എക്സ്പെൻസസ് മീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണം കൊടുക്കുക. ഇതല്ല, അത് വേണം. പക്ഷെ അതിലും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള തലത്തിലാണ് നമുക്ക് ഒരു വ്യക്തിയെ ഒരു ഭക്തനാക്കുക, ഈ താൽക്കാലികമായിട്ടുള്ള ഈ ജീവിതത്തെ പറ്റി പറഞ്ഞു കൊടുക്കുക, ഈ കർമ്മത്തിനെ പറ്റി പറഞ്ഞു കൊടുക്കുക, ഗുണങ്ങളെ പറ്റി പറഞ്ഞു കൊടുക്കുക, കാലത്തിന്റെ എഫക്റ്റിനെ പറ്റി പറഞ്ഞു കൊടുക്കുക. വീണ്ടും ഒരു ജന്മം ഇല്ലാത്ത അവസ്ഥയിലേക്ക് നമുക്ക് അദ്ദേഹത്തിനെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ, ഈ ജീവിത ലക്ഷ്യം എന്താണെന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ, അതാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ശ്രേഷ്ഠമായിട്ടുള്ള വെൽഫെയർ ആക്ടിവിറ്റി അല്ലെങ്കിൽ ഫിലന്ത്രോപ്പിക് ആക്ടിവിറ്റി എന്ന് ചൈതന്യ മഹാപ്രഭുവും പറയുന്നു. അപ്പൊ അതിന് നമ്മൾ ഭക്തിയോഗ നമ്മൾ പ്രാക്ടീസ് ചെയ്യുക മാത്രം പോരാ, നമ്മളുടെ കഴിവിനനുസരിച്ച് മറ്റുള്ളവർക്കും പറഞ്ഞു കൊടുക്കുക, ലൈക്ക് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്. എല്ലാവർക്കും നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റില്ല. പക്ഷെ അതിനു മുമ്പേ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത് നമ്മളത് പ്രാക്ടീസ് ചെയ്യണം. ഒരു എയർപ്ലെയിനിൽ പോകുമ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ ആദ്യം പറയാം മാസ്ക് അവനോട് ഇടണം, എന്നിട്ട് മറ്റുള്ളവരെ സഹായിക്കുക, അല്ലെ? അപ്പൊ നമ്മളിത് പ്രാക്ടീസ് ചെയ്യണം. ആചാർ പ്രചാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ആചരിക്കാതെ പ്രചരിപ്പിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല. അപ്പൊ നമ്മൾ എന്താണോ ഇത് ഈ ഭഗവത്ഗീത എന്നും ഭാഗവതമെന്നും മനസ്സിലാക്കുന്നത്, നമ്മളത് ആചരിച്ചിട്ട് കാണിക്കണം, എന്നിട്ട് നമുക്ക് പ്രചരിക്കാൻ പറ്റും. അപ്പൊ അതാണ് ഒരു ആചാര്യൻ. ആചാര്യൻ എന്ന് പറഞ്ഞാൽ ആദ്യം ആചരിക്കുന്നു, എന്നിട്ട് പ്രചരിപ്പിക്കുന്നു. അല്ലാണ്ട് പ്രചാരണം മാത്രം പോരാ, സ്വന്തം ആചരണത്തിൽ കൊണ്ടുവരണം, അല്ലേ? അപ്പോഴാണ് ഒരു ഭക്തനാവുള്ളൂ. അതാണ് ഭക്തിയോഗ. നമ്മൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. സോ ദാറ്റ് ഈസ് to engage everyone in the act of preaching Bhakti Yoga all over the world, because that alone, അത് മാത്രമേ നമ്മുടെ മായ ലോകത്തു നിന്നും, മായയുടെ ആ ബന്ധനത്തിൽ നിന്നും, ക്ലച്ചസ് നിന്നും നമുക്ക് നമ്മളെ മുക്തരാക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇതെല്ലാം ഈ മായ എന്താണ്, എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? റെപ്രസെന്റഡ് ബൈ കാല, കർമ്മ ആൻഡ് ഗുണ. ഇത് മൂന്നാണ് മായയുടെ റെപ്രസെന്റേഷൻ. അപ്പൊ ഇത് ഭഗവത്ഗീത ഈ മൂന്ന് ഗുണത്തിന്റെയും അതീതമായിട്ട്, കാലത്തിന്റെയും കർമ്മത്തിന്റെയും അതീതമായിട്ടുള്ള തലത്തിലേക്ക് നമ്മൾ പോകണമെന്നുണ്ടെങ്കിൽ ഭക്തിയുത സേവനമല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പൊ കാലം എല്ലാറ്റിനെയും നശിപ്പിക്കുന്നു, ഭക്തിയെ ഒഴിച്ച്. ഭക്തി മാത്രം നശിപ്പിക്കപ്പെടുന്നില്ല. അതാണ് യുധിഷ്ഠിര മഹാരാജനോട് ആര് പറയുന്നത്? നാരദ മഹർഷി. അതുകൊണ്ട് അല്ലെ യുധിഷ്ഠിര, ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട, അങ്ങ് വെറും ഉപകരണമാണ് ഭഗവാന്റെ കയ്യില്. തൻ്റെ ധൃതരാഷ്ട്രം, ഗാന്ധാരിയും ഇവരെല്ലാം രക്ഷിക്കുന്നതും പരിപാലിക്കുന്നതും ഭഗവാനാണ്. അത് മനസ്സിലാക്കുക. അതുകൊണ്ട് വിലപിക്കേണ്ട ഒരു ആവശ്യമില്ല. യുധിഷ്ഠിര മഹാരാജ് വിലപിക്കുകയാണല്ലോ ചെയ്യുന്നത്. തൻ്റെ അമ്മാവനും അമ്മായിയും ഇവരെല്ലാം കാട്ടിലേക്ക് പോയി. അവരാര് രക്ഷിക്കും? ആര് പരിപാലിക്കും? ആ വിഷമം അതാണ് അദ്ദേഹത്തിനെ അലട്ടുന്നത്. കേസ് ഓഫ് ടെക്സ്റ്റ് 47. അഹസ്ഥാനി സഹസ്ഥാനാം അപദാനി ചതുഷ്പദാം ഫൽഗുണി തത്ര മഹതാം ജീവോ ജീവസ്യ ജീവനം. ഈ ശ്ലോകം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല ആൾക്കാരും തെറ്റിദ്ധരിക്കുന്ന ഒരു ശ്ലോകം കൂടിയാണ്. ജീവോ ജീവസ്യ ജീവനം. ഒരു ജീവൻ മറ്റൊരു ജീവിയെ ആശ്രയിച്ച് ജീവിക്കുന്നു, അല്ലെ? അഹസ്ഥാനി സഹസ്ഥാനാം അപദാനി ചതുഷ്പദാം ഫൽഗുണി തത്ര മഹതാം ജീവോ ജീവസ്യ ജീവനം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു, പ്രണാം. അഹസ്ഥാനി സഹസ്ഥാനാം അപദാനി ചതുഷ്പദാം ഫൽഗുനി തത്ര മഹതാം ജീവോ ജീവസ്യ ജീവനം. ഹരേ കൃഷ്ണ. വിവർത്തനം വായിക്കട്ടെ പ്രഭു. ഹരേ കൃഷ്ണ. വിവർത്തനം ശ്രീല പ്രഭുപാദ് കി ജയ്. അഹസ്തർക്കും ഹസ്തർക്കും പാദശൂന്യർ ചതുർപാദർക്കും ആഹാരമാകുന്നു. ദുർബലരെ കരുത്തന്മാർ ചൂഷണം ചെയ്യുന്നു. ഒരു ജീവി മറ്റൊന്നിന് ആഹാരമാകുന്നു എന്നതാണ് സാമാന്യ നിയമം. ഹരേ കൃഷ്ണ. Those who are devoid of hands are prey for those who have hands. Those devoid of legs are prey for the four-legged. The weak are the subsistence of the strong, and the general rule holds that one living being is food for another. അപ്പോൾ
കൈയില്ലാത്തവരെ കൈയുള്ളവരും കാലില്ലാത്തവരെ നാല് കാലുള്ളവരും ഭക്ഷണത്തിനായിട്ട് ഉപയോഗിക്കുന്നു. അവരെ ഇരയായിട്ട് ഉപയോഗിക്കുന്നു. വീക്ക് ക്ഷീണിതരെ ആരെയാണ് അവർ ഉപയോഗിക്കുന്നത്? സ്ട്രോങ് ആയിട്ടുള്ള ബലവാന്മാരെ അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. വീക്ക് ആയിട്ടുള്ള ആൾക്കാരെ സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. അവരെ ആശ്രയിച്ച് ജീവിക്കുന്നു. സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാർ വീക്ക് ആയിട്ടുള്ള ആൾക്കാരെ ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്നു. ആൻഡ് ദ ജനറൽ റൂൾ ഹോൾഡ്സ് ദാറ്റ് വൺ ലിവിങ് ബീങ് ഈസ് ഫുഡ് ഫോർ അനദർ. ഒരു ജീവൻ മറ്റൊരു ജീവന്റെ ഭക്ഷണമാകുന്നു. അപ്പോൾ ഇവിടെയാണ് അവിടെ ഒരു തെറ്റിദ്ധാരണ എല്ലാവർക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തും കഴിച്ചുകൂടെ എന്നുള്ള ചോദ്യം പല ആൾക്കാരും ചോദിക്കും. ഭാഗവതത്തിൽ പറയുന്നുണ്ട്, ജീവോ ജീവസ്യ ജീവനം. ഒരു ജീവൻ മറ്റൊരു ജീവന്റെ ആശ്രയിച്ചിട്ട് ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഭക്ഷണം ആയിട്ട് അത് ജീവിക്കുന്നു ഇവിടെ. അപ്പൊ അതാണ് പല ആൾക്കാരും ഒരു ആർഗ്യുമെന്റ് ആയിട്ട് കൊണ്ടുവരിക. സോ നമുക്ക് എന്ത് വേണം കഴിക്കാം അല്ലേ? പക്ഷെ അതിന് നമുക്കിവിടെ പർപ്പോട്ടിൽ ക്ലിയർ ആയിട്ട് പ്രഭുപാദ എഴുതുന്നത്, എ സിസ്റ്റമാറ്റിക് ലോ ഓഫ് subsistence in the struggle for existence is there by the supreme will and there is no escape for anyone by any amount of planning. ഓരോരുത്തർക്കും അവരുടെ കോട്ട, അവരുടെ ആഹാരം ഭഗവാൻ നിശ്ചയിച്ചിട്ടുണ്ട്. അതെല്ലാം ജീവജാലങ്ങളാണ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും ഭക്ഷണം കൊടുത്തിട്ടുണ്ട്. ഭഗവാൻ മനുഷ്യർക്കും കൊടുത്തിട്ടുണ്ട്. ഒരാളും ഭക്ഷണം ഇല്ലാണ്ട് ഇവിടെ മരിക്കില്ല. എല്ലാവർക്കും ഇൻ അബൻഡൻസ്, ഇഷ്ടം പോലെ. പക്ഷെ എങ്കിലും മനുഷ്യരെ സ്റ്റാർവേഷൻ കാരണം, അതായത് ഭക്ഷണം ഇല്ലാണ്ട് മരിക്കുന്നു, അതിന്റെ കാരണം ഭഗവാനല്ല. കാരണം അത് നമ്മൾ മിസ്യൂസ് ചെയ്യുന്നതുകൊണ്ടാണ്, പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. നമ്മൾ ഓരോ കഴിവുള്ള ആൾക്കാരും, ബലവാനായിട്ടുള്ള ശക്തിയുള്ള ആൾക്കാർ, അവര് ശേഖരിച്ചു വെക്കുകയാണ്, അമാസിയാണ്, മറ്റുള്ളവർക്ക് അത് കിട്ടുന്നില്ല. പക്ഷേ അനിമൽ കിങ്ഡം, മറ്റുള്ള സ്പീഷീസിൽ ഒരാളും ശേഖരിച്ചു വെക്കുന്നില്ല, അവർക്ക് ആവശ്യമുള്ളത് മാത്രം എടുക്കുന്നു. അതുകൊണ്ട് ഇഷ്ടം പോലെ കിട്ടും. ഒരു ആന എപ്പോഴെങ്കിലും നമ്മൾ കേട്ടിട്ടുണ്ടോ ഭക്ഷണമില്ലാതെ അത് ചെരിഞ്ഞു പോയിന്ന്? ഇല്ല, കേൾക്കില്ല. ഒരു സിംഹം ഭക്ഷണമില്ലാണ്ട് അത് മരിച്ചു പോയിന്ന് കേൾക്കില്ല അല്ലെ? പക്ഷെ മനുഷ്യർ അങ്ങനെ കേൾക്കുന്നില്ല. കാരണം മനുഷ്യരുടെ പ്രോപ്പർ ഡിസ്ട്രിബ്യൂഷൻ ഇല്ല. എല്ലാവരുടെയും ഗ്രീഡ് കാരണം അവര് എല്ലാം ശേഖരിച്ചു വെക്കുകയാണ്, മറ്റുള്ളവർക്ക് കൊടുക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് അവിടെ മരണം സംഭവിക്കാതെ ഭഗവാനല്ല അതിന്റെ കാരണം. അപ്പോ ഇതിന്റെ ഈ മെറ്റീരിയൽ നേച്ചറിന്റെ ആ നിയമം അനുസരിച്ചിട്ട് ഒരാൾക്കും പ്ലാൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതെല്ലാവർക്കും ഭക്ഷണം ഭഗവാൻ പ്രകൃതി നിയമം അനുസരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് മനുഷ്യന് മാത്രം അതിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്യുന്നു, അതിനെ മനിപ്പുലേറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമുക്ക് ഈ മനുഷ്യ സമൂഹത്തിന് മാത്രമാണ് ഭക്ഷണത്തിന് പ്രശ്നം വരുന്നുള്ളൂ. വേറെ ഒരു ജീവികൾക്കും ഭക്ഷണത്തിന് പ്രശ്നമില്ല. The living beings who have come to the material world against the will of the supreme being are under the control of supreme power called Maya Shakti, the deputed agent of the Lord. And this Devi Maya is meant to pinch the conditioned soul by threefold miseries, one of which is explained here in this verse. അപ്പോൾ നമ്മള് ഭഗവാന്റെ ആഗ്രഹത്തിന് വിപരീതമായിട്ട് ആഗ്രഹിച്ചപ്പോഴാണ് നമ്മൾ ഈ ഭൗതിക ലോകത്തിൽ വന്നത്. അപ്പൊ ഭൗതിക ലോകത്തിൽ വന്നപ്പോ നമ്മുടെ ഭഗവാന്റെ ഒരു ശക്തിയായിട്ടുള്ള ആ മായാശക്തിയിൽ കുടുങ്ങി 3 ത്രിവിധ ക്ലേശങ്ങളിൽ അധീനമായിട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥ വരികയാണ്. അപ്പോൾ അതിന്റെ എന്താണ്, വിച്ച് ഇസ് എക്സ്പ്ലെയിൻ ഹിയർ ഇൻ ദിസ് വേഴ്സ്, ദ വീക്ക് ആർ ദ സബ്സിസ്റ്റൻസ് ഓഫ് ദ സ്ട്രോങ്. ബലവാന്മാര് ആരെ ചൂഷണം ചെയ്യുന്നു? വീക്കായിട്ടുള്ള ആൾക്കാരെ അല്ലെ? നമ്മുടെ മുമ്പില് നല്ലൊരു ടോൾ, ഹെഫ്റ്റി, സ്ട്രോങ്, സ്റ്റൗട്ട് ആയിട്ടുള്ള ഒരാൾ വന്നാൽ നമുക്ക് അവരോട് ജയിക്കാൻ പറ്റുമോ? ഗുസ്തി കൂടിയിട്ട് പറ്റില്ല. കാണിച്ചാൽ നമ്മൾ വീക്കാണ്. അതേപോലെ എല്ലാം കൊണ്ടും സ്ട്രോങ് ആയിട്ടില്ല, ശരീരം കൊണ്ടും പണം കൊണ്ടും ബാക്കി എല്ലാ കാര്യങ്ങളും കൊണ്ടും സ്ട്രോങ് ആയിട്ടുള്ള ഒരാളെ, വീക്കായിട്ടുള്ള ഒരാളെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു, ചൂഷണം ചെയ്യുന്നു. No one is strong enough to protect himself from the onslaught of a stronger
ആൻഡ് ബൈ ദ വിൽ ഓഫ് ദ ലോർഡ് ദർ ആർ സിസ്റ്റമാറ്റിക് കാറ്റഗറീസ് ഓഫ് വീക്ക്. അപ്പോൾ ഭഗവാന്റെ നിയമങ്ങളിൽ നിന്ന് ഒരാൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല, എത്ര തന്നെ ഭൗതിക തലത്തിൽ അവർ സ്ട്രോങ് ആയാലും. അപ്പോ വീക്ക്, ദ സ്ട്രോങ്ങർ ആൻഡ് ദ സ്ട്രോങ്ങസ്റ്റ്. ഓക്കെ, വീക്ക് ആയിട്ടുള്ള, വളരെ വീക്ക് ആയിട്ടുള്ള ആൾക്കാരുണ്ട്, പിന്നെ അവരെക്കാളും സ്ട്രോങ്ങർ ആയിട്ടുള്ള ആൾക്കാർ, പിന്നെ സ്ട്രോങ്ങസ്റ്റ്, ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ദർ ഇസ് നത്തിങ് ടു ബി ലാമെന്റഡ് ഇഫ് എ ടൈഗർ ഈറ്റ്സ് എ വീക്കർ അനിമൽ ഇൻക്ലൂഡിങ് എ മാൻ. ഒരു നരി, ഒരു പുലി, ഒരു സിംഹം, ഒരു ലോവർ അനിമലിനെ കഴിച്ചാലും, ഈവൻ മനുഷ്യനെ കഴിച്ചാലും അതിന് നമ്മൾ ദുഃഖിക്കേണ്ട ആവശ്യമില്ല. അത് പ്രകൃതി നിയമമാണ്. ആ നരി, പുലി, സിംഹം അത് കഴിച്ചിരിക്കും. നമ്മളെയും വേട്ടയാടും, നമ്മളെയും കഴിക്കും. നമ്മുടെ ഹയർ ബീങ് ആണെങ്കിലും കൂടിയിട്ട് ചില സമയത്ത് നമ്മളെയും കഴിക്കും. അതിന് ഒന്നും ചെയ്യാൻ പറ്റില്ല, അതിനെ പണിഷ് ചെയ്യാനും പറ്റില്ല, അതിന് ഒരു കോടതിയിലും നമുക്ക് കയറാൻ പറ്റില്ല. പ്രകൃതി നിയമമാണ്. ബിക്കോസ് ദാറ്റ് ഈസ് എ ലോ ഓഫ് നേച്ചർ, ദാറ്റ് ഈസ് എ ലോ ഓഫ് സുപ്രീം ലോർഡ്. ബട്ട് ഓൾദോ ദ ലോ സ്റ്റേറ്റ്സ് ദാറ്റ് എ ഹ്യൂമൻ ബീയിങ് മസ്റ്റ് സബ്സിസ്റ്റ് ഓൺ അനദർ ലിവിങ്, ദർ ഇസ് എ ലോ ഓഫ് ഗുഡ് സെൻസ് ആൾസോ. അപ്പോ ഈ നിയമം പറയുന്നത്, അതായത് ഒരു ജീവി മറ്റൊരു ജീവിയെ ആഹാരമാക്കിയിട്ട് ജീവിക്കണം എന്നാണ്. പക്ഷേ അതിലെ ഒരു കോമൺ സെൻസും കൂടി ഉണ്ട്. എന്താണ് കോമൺ സെൻസ്? മനുഷ്യർക്ക് മാത്രം തന്നിട്ടുള്ള ഒരു കോമൺ സെൻസ് ആണ്. എന്ത് കഴിക്കണം, എന്ത് കഴിക്കാൻ പാടില്ല. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, സത്വഗുണത്തില് എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല, എന്ത് ശരി, എന്ത് തെറ്റ്, എന്ത് നമ്മളെ ബന്ധിപ്പിക്കുന്നു, എന്ത് ബന്ധിപ്പിക്കുന്നില്ല, എന്ത് കഴിക്കണം, എന്ത് കഴിക്കാൻ പാടില്ല, ഈ കാര്യങ്ങള് നമ്മളുടെ ഗ്രന്ഥങ്ങളിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. അത് മനുഷ്യർക്ക് മാത്രമേ ബാധകമുള്ളൂ. മറ്റു ജീവജാലങ്ങൾക്ക് ബാധകമില്ല, കാരണം അവർക്ക് ഹയർ കോൺഷ്യസ്നെസ് ഇല്ല. അപ്പൊ നമ്മുടെ കോമൺ സെൻസ് അത് നമ്മുടെ ഇവിടെ എക്സസൈസ് ചെയ്യണം. ആ കോമൺ സെൻസ് എന്താണ്? നമ്മുടെ ഗുരു, സാധു, ശാസ്ത്ര ഫോളോ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഓക്കെ, ഫോർ ദ ഹ്യൂമൻ ബീയിങ്സ് മെന്റ് ടു ഒബേ ദ ലോസ് ഓഫ് സ്ക്രിപ്റ്റേഴ്സ്. നമ്മളെ ശാസ്ത്രത്തിനെ അനുസരിച്ച് ജീവിക്കാൻ ബാധ്യസ്ഥരാണ്. അതുകൊണ്ട് നമ്മൾ എന്തിനേയും കഴിക്കാനുള്ള അവകാശം നമുക്ക് അധികാരം തന്നിട്ടില്ല. അതാണ് ഈശോപനിഷത്തിലും പറഞ്ഞിരിക്കുന്നത്, ഈശാവാസ്യം ഇതം സർവം യത് കിഞ്ച ജഗത്യാം ജഗത് തേന തെക്തേന പൂഞ്ചിത മാ ഗൃത കസ്യസുധനം. ഓരോരുത്തർക്കും ഓരോ കോട്ട കൊടുത്തിട്ടുണ്ട് മനുഷ്യൻ, ഭഗവാൻ. മൃഗങ്ങൾക്ക് ഒരു കോട്ട കൊടുത്തിട്ടുണ്ട്, അതിന്ന് വ്യതിചലിച്ച് അവരൊന്നും ചെയ്യില്ല, അല്ലേ? ഒരു പശു ആണെങ്കിലും ശരി, ഒരു ആനയാണെങ്കിലും ശരി, അല്ലെങ്കിൽ മത്സ്യമാണെങ്കിലും ശരി, പക്ഷികളാണ്, അവർക്ക് ഒരു നിയമം കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് ഒരു ഇഞ്ച് പോലും അവർ വ്യതിചലിക്കില്ല, മനുഷ്യരൊഴികെ. മനുഷ്യർ മാത്രം അവർക്ക് കൊടുത്തിട്ടുള്ള നിയമം പാലിക്കാതെ വിംസിക്കലി അവരുടെ മനസ്സെന്താണോ പറയുന്നത് അതനുസരിച്ച് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ മായാലോകത്തിന്റെ മായയുടെ ആ കുടുക്കിൽ പെട്ട് ജീവിക്കേണ്ടി വരുന്നത്. അപ്പൊ നമ്മൾ എന്താണ്? സ്ക്രിപ്റ്റേഴ്സ് പറയുന്നു. ഭഗവാൻ ഭഗവത്ഗീതയിൽ എന്താണ് പറയുന്നത്? പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ചതി തഥഹം ഭക്തിയാ ഉപഹൃതം അസ്നാമി പ്രയതാത്മന. അല്ലെ, നമ്മളുടെ കോട്ട പത്രം പുഷ്പം ഫലം തോയം. അണ്ടം ചിക്കനം മട്ടണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. അപ്പൊ അത് കഴിക്കുന്ന ആൾക്കാരില്ലേ? ഉണ്ട്. എന്നാൽ അത് വേദത്തിൽ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്. പക്ഷെ എന്താണ് അത്? എൻകറേജ് അല്ല ചെയ്യുന്നത്, ഡിസ്കറേജ് ചെയ്യാനുള്ള ഒരുപാട് നിബന്ധനകൾ വേദങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇത് കഴിക്കാൻ പാടില്ലാത്തതാണ്, ഇത് തമോഗുണത്തിലുള്ള ആൾക്കാർക്കാണ്. പക്ഷെ അങ്ങനെ കഴിക്കാൻ ഒരു നിർവാഹമില്ല, അവർക്ക് കഴിച്ചേ മതിയാവിച്ചാൽ അതിനുള്ള പ്രൊവിഷനും പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അമാവാസ്യ ദിവസം ആ മൃഗത്തിനെ ബലിയർപ്പിച്ച് ഇത്ര ദിവസം ഫാസ്റ്റ് ചെയ്ത് ഇന്ന പ്രകാരമൊക്കെ കഴിക്കണമെന്ന് നിബന്ധനകൾ കൊടുത്തിട്ടുണ്ട്. അതിന് ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടി. അത് സത്വഗുണത്തിലുള്ള ആൾക്കാർക്കല്ല, തപസ്സികൾക്കല്ല, ഭക്തന്മാർക്കല്ല. ഭക്തന്മാരെ സത്വഗുണത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പൊ പൊതുവെ മനുഷ്യർക്ക് ഇത് പറഞ്ഞില്ല. പക്ഷെ എങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ കഴിക്കാം. പക്ഷെ അതിന്റെ ഭവിഷ്യത്തുകൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. അപ്പോ ഹ്യൂമൻ ബീയിങ് ഇസ് മെന്റ് ടു ഒബേ ദ ലോസ് ഓഫ് സ്ക്രിപ്റ്റേഴ്സ്. നമ്മള് ശാസ്ത്രത്തിന്റെ ആ നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ ബാധ്യസ്ഥരാണ്. ദിസ് ഈസ് ഇമ്പോസിബിൾ ഫോർ അതർ അനിമൽസ്. ഇത് മറ്റുള്ള മൃഗങ്ങൾക്ക്, മറ്റുള്ള ജീവജാലങ്ങൾക്ക് പറ്റില്ല. ദ ഹ്യൂമൻ ബീയിങ്സ് മെന്റ് ഫോർ സെൽഫ് റിയലൈസേഷൻ. ഈശ്വര സാക്ഷാത്കാരത്തിനാണ് നമ്മളുടെ മനുഷ്യ ജീവിതം നമ്മൾ ഉപയോഗിക്കേണ്ടത്, അല്ലാണ്ട് നമ്മളുടെ ഇന്ദ്രിയ തൃപ്തിക്കല്ല. And for that purpose, he is not to eat anything which is not first offered to the Lord. അപ്പൊ ഭഗവാനെ സമർപ്പിക്കാതെ, ഭഗവാനെ അർപ്പിക്കാതെ നമ്മളൊന്നും കഴിക്കാൻ പാടില്ല എന്നാണ് ശാസ്ത്രം പറഞ്ഞിട്ടുള്ളത്. അല്ലെ, യജ്ഞശിഷ്ടാസിനോ ശന്തോ
മുച്ചന്തേ സർവകിൽബിഷേ ഭൂഞ്ചതേ തേതുകം പാവം ഏ പചന്തി ആത്മകാരണാത്. നമ്മൾ ഭഗവാന് സമർപ്പണം ചെയ്യാതെ വല്ലതും കഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പാപം മാത്രമാണ് കഴിക്കുന്നത് എന്ന് ഭഗവാൻ അർജുനോട് പറയുന്നു. പിന്നെ എന്ത് കഴിക്കണം? അത് പത്രം പുഷ്പം ഫലം തോയം. ഇത് മനുഷ്യർക്ക് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ജീവിക്കണം. മറ്റുള്ള ഒരു ജീവജാലങ്ങൾക്ക് ഇത് ബാധകമല്ല. കാരണം അവര് പ്രകൃതി നിയമത്തിന്റെ വിപരീതമായിട്ട് അവർ ജീവിക്കുന്നില്ല. അതുകൊണ്ട് So the Lord accepts from his devotee all kinds of food preparation made of vegetables, fruits, leaves, and grains. Fruits, leaves, and milk in different varieties can be offered to the Lord. And after the Lord accepts the foodstuff, the devotee can partake the prasada, by which all suffering in the struggle for existence will be gradually mitigated. അങ്ങനെ പ്രസാദമായിട്ട് ഭഗവാന്റെ ആ ഉച്ഛിഷ്ടം ഭഗവാന് സമർപ്പണം ചെയ്ത് അതിന്റെ ഉച്ഛിഷ്ടം നമ്മൾ പ്രസാദമായിട്ട് കഴിക്കുമ്പോൾ നമ്മൾ പതുക്കെ പതുക്കെ നമ്മുടെ ഈ ഭൗതിക ലോകത്തിലെ ഈ ക്ലേശങ്ങളിൽ നിന്ന് മുക്തരാവും. ദിസ് ഈസ് കൺഫേംഡ് ഇൻ ദ ഭഗവത്ഗീത 9:26. എന്താണ് 9:26 പറയുന്നത്? പത്രം പുഷ്പം ഫലം തോയം യോമേ ഭക്തിയാ പ്രയച്ഛതി തദഹം ഭക്തി ഉപഹൃതം അസ്നാമി പ്രയതാത്മനഃ. അപ്പൊ അതിൽ വളരെ ക്ലിയർ ആയിട്ട് ഇത് പറഞ്ഞിട്ടുണ്ട്. Even those who are accustomed to eat animals can offer foodstuff not to the Lord directly but to the agent of the Lord. എന്താണ്? കാളിമാത. അവരെല്ലാം തമോ ഗുണത്തിലുള്ള ആൾക്കാരാണ്. തമോ ഗുണത്തിലുള്ള ആൾക്കാർക്ക് അങ്ങനത്തെ ഭക്ഷണം കഴിച്ചേ പറ്റൂ. വേറെ ഒരു നിർവാഹമില്ല. അപ്പോൾ അതിന്റെ രുചി അവർ മനസ്സിലാക്കി. അതായത് അവരെന്താണ് നോക്കുന്നത്? നാവിന്റെ രുചിയാണ് നോക്കുന്നത്. അതിന്റെ കോൺഷ്യസ്നെസ് എങ്ങനെ നമ്മളെ ബാധിക്കുന്നത് നോക്കുന്നില്ല അല്ലെ? അപ്പോ അവർക്കും ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. എന്താണ്? അവർക്ക് കാളിയുടെ മുമ്പിൽ ബലി അർപ്പിച്ചിട്ട് ചില നിബന്ധനകൾ ഫോളോ ചെയ്തിട്ട് അവർക്ക് കഴിക്കാം. എന്താണ്? ഇപ്പൊ ഇന്ന സമയത്തിന് അതിനു മുമ്പ് 18 ദിവസം നമ്മൾ ഫാസ്റ്റ് ചെയ്യണമെന്നുണ്ട്. 18 ദിവസം. പിന്നെ അമാവാസ്യ ദിവസത്തിൽ അതിനെ സ്ലോട്ടർ ചെയ്തിട്ട് കാളിക്ക് സമർപ്പിച്ചിട്ട് കഴിക്കാം. അങ്ങനെ ചില നിബന്ധനകൾ അതിൽ വെച്ചിട്ടുണ്ട്. എന്തിനാണ്? അതും അവരെ ആ തമോ ഗുണത്തിൽ നിന്ന് രജോ ഗുണത്തിലേക്കും രജോ ഗുണത്തിൽ നിന്ന് സത്വ ഗുണത്തിലേക്കും ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു നിയമം മാത്രമാണെന്ന് മനസ്സിലാക്കണം. അണ്ടർ സർട്ടൻ കണ്ടീഷൻസ് ഓഫ് റിലീജിയസ് റൈറ്റ്സ് ചില റിച്വൽസ് ഒക്കെ ചെയ്യാണ്ട്, ചില നിയമങ്ങളൊക്കെ ഫോളോ ചെയ്യാണ്ട്. ഇൻജങ്ഷൻസ് ഓഫ് ദി സ്ക്രിപ്റ്റേഴ്സ് ആർ മെന്റ് നോട്ട് ടു എൻകറേജ് ദ ഈറ്റേഴ്സ് ഓഫ് അനിമൽസ്. അപ്പൊ അത് നമ്മളെ അതായത് മനുഷ്യരെ മൃഗങ്ങളെ കൊന്ന് തിന്നാൻ വേണ്ടിയിട്ടുള്ള ഒരു എൻകറേജ്മെന്റ് അല്ല, പ്രോത്സാഹനമല്ല, മറിച്ച് അവരെ നിരുത്സാഹപ്പെടുത്താണ് ഒരുപാട് നിയമങ്ങൾ വെച്ചിട്ട് അല്ലെ? ഇപ്പൊ നമ്മുടെ സൊസൈറ്റിയില് മദ്യം എല്ലാവർക്കും വാങ്ങാൻ പറ്റില്ല. ചില രാജ്യത്തൊക്കെ അതിന് പെർമിറ്റ് വേണം. അതായത് നമുക്ക് ഗവൺമെന്റ് അപ്രൂവൽ വേണം, ലൈസൻസ് വേണം. അങ്ങനത്തെ ആൾക്കാർക്ക് മാത്രമേ മദ്യം മേടിക്കാൻ പറ്റൂ, അത് കഴിക്കാൻ പറ്റൂ. അപ്പൊ എന്താണ് ആ റെഗുലേഷൻ വെച്ചിരിക്കുന്നത്? ഫ്രീ ആയിട്ട് കൊടുത്താൽ അതിന് നമ്മുടെ സൊസൈറ്റി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അതുകൊണ്ട് അവർ നിബന്ധനകൾ വെച്ചിരിക്കുകയാണ്. അവരുടെ അത് ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. So injunctions of the scriptures are meant not to encourage the eaters of animals but to restrict them by regulatory principles. Regulation മുഖേന അവരെ റെസ്ട്രിക്റ്റ് ചെയ്യാണ്, ഡിസ്കറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റെഗുലേഷൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിനെ നമ്മൾ തെറ്റായിട്ട് ധരിക്കാൻ പാടില്ല. The living being is the source of subsistence for another stronger living beings. No one should be very anxious for his subsistence in any circumstance because there are living beings everywhere. No living being starves for want of food at any place. അപ്പോൾ വളരെ ക്ലിയർ ആണ്. ഒരാളും ഭക്ഷണത്തിന് വേണ്ടിയിട്ട് ഒരു പേടി വേണ്ട. കാരണം എല്ലാവർക്കും അവർക്ക് ഭക്ഷണം കിട്ടും അല്ലെ? എല്ലാവർക്കും ഭഗവാൻ അതിനുള്ള പ്രൊവിഷൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ അതിൽ മനുഷ്യന് മാത്രം കുറച്ച് ബുദ്ധിമുട്ടുന്നു. കാരണം നമ്മൾ ഈ നിയമങ്ങൾ ഫോളോ ചെയ്യാത്തതുകൊണ്ട്, ശാസ്ത്രത്തിലെ നിയമങ്ങൾ ഫോളോ ചെയ്യാത്തതുകൊണ്ട്. And no living being starves for want of food at any place. Maharaja Yudhishthira is advised by Narada not to worry about his uncles. യുധിഷ്ഠിര മഹാരാജാവിനോട് നാരദ മഹർഷി പറയാണ്, എൻ്റെ അമ്മാവന്മാരെ പറ്റിയിട്ട് നിങ്ങൾ വിഷമിക്കേണ്ട, വിലപിക്കേണ്ട. അവരുടെ സംരക്ഷിക്കാനും അവരുടെ സസ്റ്റനൻസും മെയിൻ്റനൻസും ഉള്ള എല്ലാ കാര്യങ്ങളും ഭഗവാനാണ് അറേഞ്ച് ചെയ്യുന്നത്, താങ്കളല്ല. സഫറിങ് ഫോർ വാണ്ട് ഓഫ് ഫുഡ്, for they could live on vegetables available in the jungles as prasada.
ഓഫ് ദി സുപ്രീം ലോർഡ്. അതായത് കാട്ടില് ഒരുപാട് വൃക്ഷങ്ങളുണ്ട്, അതെല്ലാം ഫലങ്ങളും പുഷ്പങ്ങളൊക്കെ തരുന്നുണ്ട്, ഇലകളും തരുന്നുണ്ട്. അത് കഴിച്ചിട്ട് അവർക്ക് സസ്റ്റൈൻ ചെയ്യാം. ആൻഡ് ദസ് റിയലൈസ് ദ പാത്ത് ഓഫ് സൽവേഷൻ. അങ്ങനെ മുക്തിയുടെ പാതയിലേക്ക് അവർക്ക് പോകാൻ പറ്റും. എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ദ വീക്കർ ലിവിംഗ് ബീയിങ് ബൈ ദ സ്ട്രോങ്ങർ ഇസ് ദ നേച്ചുറൽ ഓഫ് എക്സിസ്റ്റൻസ്. അത് പ്രകൃതി നിയമമാണ്. വീക്കർ ആയിട്ടുള്ള വീക്കർ സെക്ഷനിലുള്ള ലിവിങ് ബീയിങ്സിനെ ആര് എക്സ്പ്ലോയിറ്റ് ചെയ്യും, ആര് ചൂഷണം ചെയ്യും? സ്ട്രോങ്ങർ ആയിട്ടുള്ള, അല്ലെ? ഒരു സിംഹം ഒരു മാനിനെ ചൂഷണം ചെയ്യുന്നു, കാരണം സിംഹം സ്ട്രോങ് ആണ്, മാന് വീക്കാണ്. സോ ദർ ഈസ് ഓൾവേസ് an attempt to devour the weak in different kingdoms of living beings. Always. There is no possibility of checking this tendency by any artificial means under material conditions. It can be checked only by awakening the spiritual sense of human being by practice of spiritual regulation. അപ്പോൾ ഇതിനെ നമ്മൾ തരണം ചെയ്യണമെങ്കിൽ ഭഗവാന്റെ ആ നിയമത്തിന്റെ അധീനത്തിന് നമ്മൾ വരിക. ഭഗവാൻ എന്താണോ ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതനുസരിച്ചിട്ടുള്ള ആ റെഗുലേഷൻസ് അനുസരിച്ച് നമ്മൾ ജീവിച്ചാൽ നമുക്ക് ഇതിനെ തരണം ചെയ്യാൻ പറ്റൂ. അല്ലാതെ നമ്മളുടെ മെറ്റീരിയൽ ആയിട്ടുള്ള പദ്ധതികളെ, പ്ലാൻസ് കൊണ്ട് നമുക്ക് ഇതിനെ തരണം ചെയ്യാൻ പറ്റില്ല. The spiritual regulative principles, however, do not allow a man to slaughter weaker animals on one side and teach others peaceful existence, coexistence. അതായത് ഒരു സ്ഥലത്ത് നമ്മുടെ മൃഗങ്ങളെ സ്ലോട്ടർ ചെയ്യാം, അതിനെ കൊന്നു തിന്നാം, എന്നിട്ട് മറ്റു സ്ഥലത്ത് നമ്മുടെ സമാധാനത്തിന്റെ ആ കൊടി പിടിക്കുക. സമാധാനത്തിന് വേണ്ടിയിട്ട് നമ്മൾ വലിയ വലിയ കാര്യങ്ങളൊക്കെ കൊട്ടിഘോഷിക്കുക. നമ്മൾ സമാധാനത്തിന്റെ ആൾക്കാരാണ്. ഇവിടെ ഒരു സൈഡില് മൃഗങ്ങളെ കൊന്നു തിന്നുന്നു, മറ്റേ സൈഡില് സമാധാനത്തിന്റെ പ്രവചനം നടത്തുക. അത് രണ്ടും കൂടി നടക്കില്ല. If man does not allow the animals peaceful coexistence, how can he expect peaceful existence in human society? മനുഷ്യൻ അനിമൽ കിങ്ഡത്തില് കോഎക്സിസ്റ്റ് ചെയ്യാൻ സമ്മതിക്കുന്നെങ്കിൽ നമ്മള് ഹ്യൂമൻ സൊസൈറ്റിയിൽ നമ്മൾക്ക് എങ്ങനെ അന്യോന്യം പരസ്പരം കോഎക്സിസ്റ്റ് ചെയ്യാൻ പറ്റും? സമാധാനത്തോടുകൂടി നടക്കില്ല. The blind leaders must therefore understand the supreme being and then try to implement the kingdom of God. അതുകൊണ്ട് ലീഡേഴ്സ് ആയിട്ട് അധികാരികളെ, ഉത്തരവാദിപ്പെട്ട ആൾക്കാരെ, മറ്റ് സാമാന്യ ജനങ്ങളെ നയിക്കുന്ന ആൾക്കാരെ എന്ത് ചെയ്യണം? അവര് ഭഗവാന്റെ ഈ നിയമങ്ങളെ പ്രാബല്യത്തിൽ കൊടുന്ന് മറ്റ് സാമാന്യ ജനങ്ങളെ ശരിക്കുള്ള വഴിയിലേക്ക് ഡയറക്റ്റ് ചെയ്യണം. അത് മാത്രമേ വഴിയുള്ളൂ. The kingdom of God or Ramarajya is impossible without the awakening of God consciousness in the mass mind of the people of the world. അപ്പോൾ നമുക്ക് രാമരാജ്യം വേണമെന്നുണ്ടെങ്കിൽ, സമാധാനമായിട്ടുള്ള ഒരു രാജ്യം വേണമെന്നുണ്ടെങ്കിൽ, നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സ്പർദ്ധയില്ലാതെ കോ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ തീർച്ചയായിട്ടും നമ്മളുടെ മനസ്സിന്റെ ഉള്ളിലെ ആ ഗോഡ് കോൺഷ്യസ്നസ്, കൃഷ്ണാവബോധം, അത് ഉണർത്തിയെടുക്കേണ്ടത് അതിന്റെ ഉത്തരവാദിത്വം ആരാണ്? ലീഡേഴ്സിന്റെ കയ്യിലാണ്. അവർക്ക് മാത്രമേ പറ്റുള്ളൂ. അപ്പൊ ഇതാണ് ചുരുക്കത്തില് നാരദ മഹർഷി യുധിഷ്ഠിര മഹാരാജാവിന് പറഞ്ഞു കൊടുക്കുന്നത്. ഇത് താങ്കളുടെ കയ്യിലല്ല, ഇതെല്ലാം ഭഗവാന്റെ ഇച്ഛയാണ്. ഭഗവാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് മാത്രമേ നടക്കൂ. നമ്മളെല്ലാം ഭഗവാന്റെ കയ്യിൽ വെറും കളിപ്പാവകളാണ്, വെറും ഇൻസ്ട്രുമെന്റ്, ഉപകരണം മാത്രമാണ്. ഭഗവാന്റെ പ്ലാൻ മാത്രമേ നടക്കുള്ളൂ. നമ്മളുടെ പ്ലാൻ താൽക്കാലികമായിട്ട് എന്തെങ്കിലും റിസൾട്ട് കൊണ്ടും പെർമനന്റ് ആയിട്ട് ഒരു റിസൾട്ടും കൊണ്ടില്ല. അതുകൊണ്ട് തൻ്റെ അമ്മാവനെ പറ്റിയിട്ടും അമ്മായിയെ പറ്റിയിട്ടും അല്ലെങ്കിൽ മറ്റ് സന്ധുബന്ധുക്കളെ പറ്റിയിട്ടും വിലപിക്കേണ്ട ഒരു കാര്യമില്ല. ഇതെല്ലാം ഭഗവാന്റെ ബിഗ് പ്ലാനിന്റെ കീഴിൽ വരുന്നതാണ്. ഹരേ കൃഷ്ണ. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യഃ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. അനंत कोटि वैष्णव की जय. श्री प्रभुपाद की जय. गुरु महाराज की जय. निताय गो प्रेमानंदे. हरि हरि बोल. हरे कृष्णा.